ഹായ് ഗൈസ്, നമ്മൾ എപ്പിസോഡ് 3 എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ എപ്പിസോഡ് വാസ് ഫൺ എപ്പിസോഡ് വിത്ത് സുഹേലിന് ശരിയായ ഒരു ഫാൻ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് വീഡിയോയ്ക്ക് അത്യാവശ്യം റീച്ച് ഉണ്ടായിരുന്നു. കമൻറ്റ് ബോക്സുകളിൽ മൊത്തം സുഹേലിക്ക തരംഗമായിരുന്നു. അതുകൊണ്ട് പക്ഷേ ഇപ്രാവശ്യം സുഹേലില്ല നമ്മുടെ കൂടെ. സുഹേലിനെ നമ്മൾ ഇനി എന്തെങ്കിലും കൊണ്ടുവരും, ഒന്ന് ആലോചിക്കണം. ഫാൻസ് പിന്നെയും താല്പര്യം പ്രകടിപ്പിച്ചാൽ നമ്മൾ കൊണ്ടുവരും അല്ലേ? ഫാൻസ് ആവശ്യത്തിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. കമന്റ്സിലും ഇൻസ്റ്റാഗ്രാം DMസിലും മൊത്തം സുഹേൽ മതി, സുഹേൽ എല്ലാം അവൻ്റെ ഫേക്ക് അക്കൗണ്ടാണ് എനിക്ക് തോന്നുന്നു. ബൈ ദ വേ, നമുക്ക് ഇന്ന് സുഹേലിനെ റീപ്ലേസ് ചെയ്യാൻ നമുക്കൊരു പുതിയ ഗസ്റ്റ് ഉണ്ട്. അവർ ന്യൂ ഗസ്റ്റ് ഇസ് ആൻ. ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു സ്വയം. Okay. Thank you for the opportunity, guys. ഞാനാണ് ആൻ. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് ഇവിടെ UK വന്നു കുറച്ചു കാലം കഴിഞ്ഞു. 4 കൊല്ലം എല്ലാവരും 5 പോകും. പക്ഷേ എനിക്ക് വിസ ഒന്നും ആയിട്ടില്ല കേട്ടോ. അല്ല, ഐ മീൻ സിറ്റിസൺഷിപ്പ് വക കാര്യങ്ങൾ ഒന്നും ആയിട്ടില്ല. നമ്മളൊക്കെ പോലെ തന്നെ ഒരു ജോലി ആയിട്ടുണ്ട്. ജോലി. ഞാൻ ഡെന്റിസ്റ്റ് ആയിരുന്നു, എന്നിട്ട് അത് മാറി ഫുൾ സ്വിച്ച് ആക്കി ഇപ്പോൾ ഒരു പബ്ലിക് ഹെൽത്ത് ഡെസ്ക് ജോബായി, വിച്ച് ഐ എൻജോയ്. പിന്നെ ഇവിടെ പോഡ്കാസ്റ്റിന് സുഹേലിന് പകരം ഒരു മെഗാ സ്റ്റാറായിട്ട് വന്നിട്ടുണ്ട്. സുഹേൽ ഈസ് ഇർറിപ്ലേസബിൾ, പക്ഷേ വി ആർ ട്രൈയിങ്. അങ്ങനെ ഒരു ഫൺ ടോപ്പിക് മാറി ഒരു സീരിയസ് ടോപ്പിക്. അത് ഞാനിപ്പോൾ മൈക്ക് ഹാൻഡിങ് ഓവർ ടു ടെറിൻ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളൊരു കുറച്ചും കൂടെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് എടുക്കുന്നത്. കുറച്ചും കൂടെ ഇൻഫോർമേറ്റീവ് ഡിസ്കഷൻ ആക്കാനാണ് ശ്രമിക്കുന്നത്. സോ ബാസി വിൽ എസ്റ്റാബ്ലിഷ് what the topic is. ശരി, അപ്പോൾ നീ തന്നെ എന്നെ കൊണ്ട് പറ്റില്ല. ഓക്കെ, നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഇറ്റ്സ് എ ലാർജ് ടോപ്പിക്. പക്ഷേ നമ്മളുടെ കയ്യിലുള്ള ഒരു ടേമിൽ വാട്ട് ഈസ് ദിസ് എപ്പിസോഡ് അബൌട്ട് എന്ന് ചോദിച്ചാൽ വി സേ ഇറ്റ് ഈസ് അബൌട്ട് മാനോസ്ഫിയർ. അപ്പോൾ ഈ മാനോസ്ഫിയർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മാനോസ്ഫിയർ എന്ന് കേൾക്കുമ്പോൾ ഇറ്റ്സ് ആൻ ഏലിയൻ ടേം ഫോർ us. പക്ഷേ അതിൻ്റെ ആ മാനോസ്ഫിയറിൻ്റെ ഒരു റിഫ്ലക്ഷൻസ് ലോകത്ത് എല്ലായിടത്തും പോലെ നമ്മളെ നാട്ടിലും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നത് വാട്ട് ഈസ് മാനോസ്ഫിയർ എന്നുള്ളതാണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഈ മാനോസ്ഫിയർ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഒരു റിയൽ തിങ് അല്ല. ഇറ്റ്സ് ഒരു ഓൺലൈൻ സ്പേസിലെ ഒരു ലൂപ്പാണ്. നമ്മളിപ്പോൾ പലപ്പോഴും നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ കാണുമ്പോൾ വെൻ വി വാച്ച് സർട്ടൻ കൈൻഡ് ഓഫ് കണ്ടൻറ്റ് നമുക്ക് അതുപോലെ തന്നെ പിന്നെയും വരും. അപ്പോൾ അതുപോലെയുള്ള ഒരു ലൂപ്പാണ് ഈ മാനോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പം അതിൽ പക്ഷേ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അവരത് കേറ്റർ ചെയ്യുന്ന ഒരു ടാർഗറ്റഡ് ഓഡിയൻസ് എന്ന് പറയുന്നത് ഒരു ടീനേജിലുള്ള ബോയ്സ്, അല്ലെങ്കിൽ അതായത് വയസ്സ് കൂടിയ ആൾക്കാരും ഉണ്ടാവും. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യപ്പെടുന്നത് ഒരു ടീനേജ് ഉള്ള ബോയ്സാണ്. അപ്പോൾ അതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിൽ വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മെൻ എന്ന് പറയുന്ന ജെൻഡർ ഈസ് അണ്ടർ ത്രെറ്റ്. അവരെന്തോ ഒരു ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, ഒരു കൺസേൺ നേരിട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിൽ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒരു ആർഗ്യുമെൻറ്റ്. അപ്പം അതിന് വേണ്ടിയിട്ട് അവർ പല പ്രിൻസിപ്പിൾസ് അവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു റൂട്ട് എന്ന് പറയുന്നത് ആൻറ്റി ഫെമിനിസം. പിന്നെ ഒരു മെയിൽ ജെൻഡർ എന്ന് പറഞ്ഞാൽ ഒരു മെയിൽ ഡോമിനൻസ് വേണം ഈ നാട്ടിൽ. പാട്രിയാർക്കൽ സൊസൈറ്റിയുടെ സെറ്റപ്പ്. അവരുടെ മെയിൻ കൺസേൺ എന്ന് പറയുന്നത് നമ്മൾ കൺവെൻഷനലായിട്ട് ഉണ്ടാകുന്ന ഒരു ജെൻഡർ റോൾസ് ഉണ്ടാവുമല്ലോ, ആ ജെൻഡർ റോൾസ് എല്ലാം ഇപ്പോൾ വളരെ ഒരു ഡൈല്യൂട്ട് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈം അറ്റ്ലീസ്റ്റ് ഒരു പല സ്പേസിലും ആ ഒരു ജെൻഡർ റോൾസ് ഡൈല്യൂട്ട് ആയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇവർ പല പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ നമ്മൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യേണ്ടതെന്ന് ഇവരെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഫിയറാണ് മാനോസ്ഫിയർ എന്ന് നമുക്ക് വളരെ ബേസിക്കായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഇവർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പോപ്പ് കൾച്ചറൽ കുറേ കോൺസെപ്റ്റ്സ് ഒക്കെ ഇവർ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അങ്ങനെയാണ് അവർ ഈ നമ്മൾ മെട്രിക്സ് സിനിമ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ മെട്രിക്സ് സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം അതിലൊരു ദർ ഈസ് സംതിങ് കോൾഡ് ബ്ലൂ പിൽ ആൻഡ് റെഡ് പിൽ. അവർ പറയുന്നത് ബ്ലൂ പില്ല് കഴിച്ചാൽ നമുക്ക് എപ്പോഴത്തെയും പോലെ ഈ ദിവസം കടന്നു പോകും. പക്ഷേ റെഡ് പില്ലെന്ന് പറയുന്നത് ഇസ് എ കൈൻഡ് ഓഫ് എൻ അവേക്കനിങ് സ്റ്റഫ്. ലൈക്ക് നിങ്ങൾ മനസ്സിലാക്കാത്ത ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാക്കിപ്പിക്കുന്ന ഒരു റെഡ് പില്ലെടുത്താൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇതിൽ അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ ഇവർ പറയുന്ന പല ടോപ്പിക്സും നമ്മളത്
ആ പില്ലെടുത്ത് എന്നാലും നമുക്ക് അവേക്കനിങ് ഉണ്ടായാലേ മാൻ വിൽ ബി മാൻ അഗെയിൻ എന്ന് പറയുന്ന ഒരു അജണ്ട ഇവർ ഈ സ്പിയറിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. ഇതിൽ ഈ പറയുന്ന പോലെ ഒരു മനുഷ്യൻ ഈ റെഡ് പിൽ എടുത്തു കഴിഞ്ഞാൽ ഇന്ന് അവരുടെ ജീവിതത്തിൽ, ഇന്ന് ആണുങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും മൂലകാരണം അല്ലെങ്കിൽ ദ ക്രക്സ് ഓഫ് ദ ഇഷ്യൂ ഇസ് ഈ ജെൻഡർ ഡിസ്പാരിറ്റി കുറയുന്നത്. അങ്ങനെ ഒരു കോൺസെപ്റ്റ് വളരെ ഈസി ആയിട്ട് പുഷ് ചെയ്യുക, അല്ലെങ്കിൽ കുട്ടികളുടെ ഇടയിൽ എനിക്ക് തോന്നുന്നു അവരുടെ ഒരു വൾണറബിലിറ്റി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇസ് എക്സ്പ്ലോയിറ്റഡ്, റൈറ്റ്? കുട്ടികളുടെ ഒരു ടീനേജ് അല്ലെങ്കിൽ പറയുന്ന ഒരു 20 അല്ലെങ്കിൽ ഏർലി 20s അല്ലെങ്കിൽ ലേറ്റ് ടീനേജിലുള്ള കുട്ടികൾക്ക് അവരുടെ ജീവിതത്തിൽ എന്തായാലും കുറേ പ്രശ്നങ്ങളുണ്ടാവും. ഫിറ്റ്നസ് ഇഷ്യൂസ് ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടാവും. അങ്ങനെയുള്ള ഇഷ്യൂസിനെല്ലാമുള്ള സൊല്യൂഷനായിട്ട് ഇതിൻ്റെ ആൻസേഴ്സ് തേടിയായിരിക്കും കുട്ടികൾ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിൽ ഹൗ ടു മാനേജ് എ ബ്രേക്കപ്പ്, അല്ലെങ്കിൽ ഹൗ ടു ഗെറ്റ് ഫിറ്റ്, അല്ലെങ്കിൽ ഒരു വർക്കൗട്ട് വീഡിയോ കാണുന്ന അങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് പോകുന്നിടത്തുനിന്ന് അതിൽ നിന്ന് കുറച്ചായിട്ട് പുഷ് ചെയ്ത് ഇതിൻ്റെ എല്ലാം പ്രോബ്ലം അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം ക്രക്സ് ഓഫ് ദ ഇഷ്യൂസ് സ്ത്രീകൾക്ക് കൂടുതൽ ദ വേൾഡ് ഇസ് മെയ്ഡ് ഫോർ വുമൻ ദീസ് ഡേയ്സ്. അങ്ങനെ ഒരു കോൺസെപ്റ്റ് പുഷ് ചെയ്ത് കുറച്ചായിട്ട് ഒരു കൾട്ട് ബേസിസിലേക്ക് ഇത് മാറുന്നുണ്ട്. കൾട്ടിലേക്ക് അത് കുട്ടികൾ അറിയുന്നില്ല. ഇതിലേക്ക് കുട്ടികൾ ദേ ആർ അൺഅവെയർ ഓഫ് ഇറ്റ്. അവർ പക്ഷേ ഇങ്ങനെ കേട്ട് ഈ കാര്യം പറഞ്ഞാൽ ശരിയാണ്, അടുത്ത കാര്യം പറയുമ്പോൾ ഇതിന് ശരിയായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു തോട്ട് വരും. വുഡ് യു തിങ്ക്? എന്താണ് നിൻ്റെ അഭിപ്രായം? എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ മാനോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ആ ഒരു ടേം തന്നെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ ബട്ട് ദ എലമെൻറ്റ്സ് ദാറ്റ്സ് എംബെഡഡ് ഇൻ ദിസ് ഹോൾ കോൺസെപ്റ്റ് ഈസ് വെരി വേരീഡ് ആൻഡ് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഇൻഫ്ലുവൻസ് ആവുന്ന ഭയങ്കര എളുപ്പത്തിലാണ്. ഇപ്പോൾ ഈ പിള്ളേരാണേലും അഡൾട്ട്സ് ആണേലും മേ ബി ഓൾ ദേ ലുക്കിംഗ് ഫോർ ഇസ് എ സിമിലാരിറ്റി ഇൻ ആ ഒരു ലിവ്ഡ് എക്സ്പീരിയൻസ് അവർക്കുള്ള. അപ്പോൾ അതിങ്ങനെ കേൾക്കുന്ന ഓർ പെട്ടെന്ന് കിട്ടുന്ന ഒരു മീഡിയം സോഷ്യൽ മീഡിയ, മൂവീസ് ഓർ വിച്ച് എവർ ഇറ്റ് ഈസ്, ബട്ട് എവറിത്തിങ് യു ഹാവ് ടു ടേക്ക് വിത്ത് എ ഗ്രെയിൻ ഓഫ് സോൾട്ട്. അപ്പം ആ ഒരു റോൾ മോഡൽ തപ്പി പോകുമ്പോൾ അവർ പറയണ എല്ലാം ഇങ്ങനെ ഇൻഫ്ലുവൻസ് ആവും, എല്ലാം പറയണ അതിലൊരു ശരിയുണ്ട്. അങ്ങനെ പറഞ്ഞാൽ അത് ഇങ്ങനെ ഫെസ്റ്റർ ചെയ്ത് ഇറ്റ് ബിക്കംസ് എ ഹേറ്റ് ടുവേർഡ്സ് ലൈക്ക് അതർ ജെൻഡേഴ്സ് ആവുമ്പോഴാണ് മെയിൻ പ്രശ്നമാവുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ലൈക്ക് അതിൻ്റെ ആവശ്യമില്ല, ഒരു കോ എക്സിസ്റ്റിംഗ് ആണ് വേണ്ട. അപ്പം അതിന് സ്ട്രൈവ് ചെയ്തതാണ് വിമൻ ഇത്രയും. പണ്ടിപ്പം ദേ ഫെൽറ്റ് ഒപ്രസ്ഡ്, ദാറ്റ്സ് വൈ ദേ ഫോട്ട് ഫോർ ദ റൈറ്റ്സ്. ആൻഡ് ഇപ്പം ആ ഒരു ചോയ്സ് ഉണ്ട് ഫോർ വിമൻ ടു ഐദർ വർക്ക് ഓർ ബി അറ്റ് ഹോം. ആൻഡ് ആ ബി അറ്റ് ഹോം ഉള്ള ചോയ്സുള്ള വിമനും പോപ്പുലേഷനും ഉണ്ട്. ആൻഡ് ദേ ആർ ഓൾസോ വെരി ഹാപ്പി. സോ ഇറ്റ്സ് ജസ്റ്റ് ഒരു കോ എക്സിസ്റ്റിംഗ് മെൻറ്റാലിറ്റി വേണം. ആൻഡ് ടു അക്സെപ്റ്റ് പീപ്പിൾ ഹാവ് ഡിഫറെൻറ്റ് പ്രയോറിറ്റീസ് ഇൻ ലൈഫ്. ആൻഡ് അങ്ങനെ ഒരു ഇതിൽ അതെ, എനിക്ക് തോന്നുന്നു ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് വേർഡ് ആ ഒരു കോ എക്സിസ്റ്റിംഗ് എന്നുള്ളത്. അതായിരിക്കണം നമ്മളെല്ലാം ഒരു പ്രിൻസിപ്പിൾസ്. പക്ഷേ ഗോയിങ് ബാക്ക് ടു ദിസ് മാനോസ്ഫിയർ അഗെയിൻ, അപ്പം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ എല്ലാം ഒരു കണ്ടൻറ്റിൻ്റെ ഒരു ഫോർമാറ്റും ഈസ് വെരി ഇവർക്ക് ഹെൽപ്ഫുള്ളാണ്. അതായത് ഇതിങ്ങനെ നമുക്ക് ഷോർട്സ് ആയിട്ടും റീൽസ് ആയിട്ടും ഇറ്റ്സ് എൻ എ ബൈറ്റ് സൈസ്. നമുക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വളരെ പെട്ടെന്ന് ദേ ആർ ഗെറ്റിംഗ് ആൻ ഇൻഫർമേഷൻ. നമ്മൾ ഇപ്പോഴത്തെ ഒരു വി ഹാവ് ലോട്ട് ഓഫ് നമുക്ക് ഇൻഫർമേഷൻ ആക്സസ് ഈസ് സോ ഈസി ദീസ് ഡേയ്സ്. പക്ഷേ എല്ലാവർക്കും അത് പെട്ടെന്ന് വേണം. നമ്മൾ വളരെ വളരെ ഡീപ്പായിട്ടുള്ള നമ്മളുടെ ഒരു സോഷ്യൽ ഇഷ്യൂസിനെയും നമ്മൾ മനസ്സിലാക്കുന്നത് ഇൻ എ 30 സെക്കൻഡ് ഷോർട്സ് ഓർ 60 സെക്കൻഡ് റീൽസ്. അത് വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൽ ഒരു തരത്തിലുള്ള ഡെപ്തോ ഒരു തരത്തിലുള്ള അനാലിസിസോ ഒരു തരത്തിലുള്ള റിസർച്ചോ ഇല്ല. ജസ്റ്റ് ബേസ്ഡ് ഓൺ നമ്മളൊരു ഓരോ ഇൻസിഡൻസ് വി ആർ ടേക്കിംഗ് എ സ്റ്റാൻഡ്. അപ്പം അതുകൊണ്ടാണ് ഈ മാനോസ്ഫിയറിന് ഇത്ര പെട്ടെന്ന് ഇത്ര ഫാസ്റ്റായിട്ടുള്ള ഒരു ആക്സെപ്റ്റൻസും ഇത്ര ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയറും ഉണ്ടാകുന്നത്.
അതിന് വേണ്ടിയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് ഇവർ കുറേ എക്സാമ്പിൾസാണ് ഇവരെടുക്കുന്നത്. മെയിനായിട്ട് ഇവർ പറയുന്നത് ഇപ്പോഴത്തെ ഈ ലോസൊക്കെ ഭയങ്കര വിമൻ ഫേവറബിൾ ആണെന്നാണ് തോന്നുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ലോസൊക്കെ വിമൻ ഫേവർ ഫസ്റ്റ് പ്ലേസ് ആയത്? ബിക്കോസ് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇറ്റ് വാസ് ആൻ ഒപ്രസ് കമ്മ്യൂണിറ്റി ഫോർ എ വെരി ലോങ് ടൈം. ഒരു ഒപ്രസ് പാർട്ട് ഓഫ് സൊസൈറ്റി ആയിരുന്നു വെരി ലോങ് ടൈം. ഇപ്പോഴും ഐ മീൻ യെസ് ഇറ്റ് ഈസ് ആക്ച്വലി. അതെ, ഇപ്പോഴും എന്ന് പറയുമ്പോൾ ഒരു സങ്കടം ഉണ്ട് സംഭവം. it has been oppressed for a very long time and it still is oppressed. അത് നമ്മുടെ നാട്ടിൽ കാസ്റ്റ് സ്ട്രഗിളിൻ്റെ കാര്യം പറയുന്നതാണ്. ഇറ്റ് ഹാസ് ടു ബി ബ്രോട്ട് അപ്പ്. അല്ലെങ്കിൽ വിമൻ ഫേവറബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒപ്രസ് കമ്മ്യൂണിറ്റിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ലോസ് ഷുഡ് കീപ് കമ്മിങ്. അതായത് എനിക്ക് തോന്നുന്നു പണ്ട് ഇപ്പം ഒരു വുമണിന് ഒരു ഇഷ്യൂ ഉണ്ടായി, എന്ത് തരത്തിലുള്ള ഇഷ്യൂ ആണെങ്കിലും ആ ഇഷ്യൂ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി അവർ ഒരു ലീഗൽ സിസ്റ്റത്തെ അപ്രോച്ച് ചെയ്യുമ്പം അവിടെ ഇരിക്കുന്നത് മെന്ന. അപ്പോൾ ഒരു മെന്നിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഇവരുടെ ഈ ഇഷ്യൂ, ഒരു വുമൻ്റെ ഇഷ്യൂസ് പറയുമ്പം അവരെത്രത്തോളം അത് ഫേവറബിൾ ആയിരുന്നില്ല, എത്ര എംപത്തറ്റിക് ആയിരുന്നു, അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമായിരുന്നു. അതുകൊണ്ടാണ് നിയമപരമായിട്ട് വളരെ ഫേവറബിൾ ഒരു സിറ്റുവേഷനിലേക്ക് ഇതിലേക്ക് എത്തുന്നത്. അതാണ് അതിൻ്റെ റീസൺ, അങ്ങനെ ആവാനുള്ള റീസൺ. അതുപോലെ തന്നെ ഇവർ യൂസ് ചെയ്യുന്ന വേറെ ഒരു സംഭവമാണ് ഈ ഡൈവേഴ്സ് ലോസ്. പിന്നെ ഈ ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂഷൻ, അല്ലല്ല ഡൈവേഴ്സിറ്റി ലോസ് അല്ല, ഡൈവോഴ്സ്, മറ്റേ മാരിറ്റൽ ഡിവോഴ്സ്. അപ്പം അതിന് അവർ എപ്പോഴും, നമ്മളിപ്പം ശ്രദ്ധിച്ചിട്ടുണ്ടോ, എപ്പോഴും ഈ ന്യൂസിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സംഭവങ്ങൾ വരും. അതായത് ഇപ്പോൾ ഏതെങ്കിലും സെലിബ്രിറ്റീസ് ആസ്റ്റ് മറ്റേ ആസ് പെർ ദെയർ ഡിവോഴ്സ് ജഡ്ജ്മെൻറ്റ് ചിലപ്പം എക്സ് വൈഫിന് കുറേ ആൽമിന് കൊടുക്കണം എന്നുണ്ടാവും. പക്ഷെ അത് അങ്ങനത്തെ ന്യൂസിന് ഭയങ്കര ഒരു ട്രാക്ഷൻ ആയിരിക്കും. എക്സാക്ട്ലി. ഒരു ജീവനാംശം കൊടുക്കണം എന്ന് പറഞ്ഞ് ഇപ്പം ഈ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു സമാന്ത ബ്രോക്കപ്പ്, റുത്ത് പ്രഭു, അവരുടെ ഡിവോഴ്സിന് ശേഷം ഷീ സെഡ് ഷീ ഡിഡ് നോട്ട് വോണ്ട് ആലിമണി എന്ന് പറഞ്ഞു. അതിന് കിട്ടുന്നൊരു ട്രാക്ഷൻ ഉണ്ട്, അതിന് കിട്ടുന്നൊരു അതെന്തോ ഭയങ്കര സംഭവം. ഈ ആൽമണി എന്ന് പറയുന്നത് എന്താ അവർ റൈറ്റായിട്ട് ഇവർക്ക് കിട്ടേണ്ട സംഗതിയാണ്. അതായത് ഇപ്പോൾ സമന്ത അങ്ങനെ ഇൻഡിവിജ്വൽ കേസ് എടുക്കുന്നില്ല, പക്ഷെ എന്നാലും അവർക്ക് ഇപ്പോൾ പൈസ ആവശ്യം ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ എന്ന് വെച്ചിട്ട് അതെന്തോ ആണ് ശരിയെന്ന് പറയുമ്പോൾ ഇപ്പം ആരെങ്കിലും ഇതിങ്ങനെ ഒരു സിറ്റുവേഷനിൽ അത് വെയിറ്റ് ചെയ്യുന്നവർക്ക് അപ്പോൾ അവരെന്തോ തെറ്റ് ചെയ്യുന്ന പോലെ തോന്നും. എങ്ങനെ നിയമം വന്നു എന്ന്, ഐ മീൻ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങനെ ഒരു നിയമം വരാൻ കാരണം സൊസൈറ്റിയിൽ ഫിനാൻഷ്യൽ മീൻസ് അല്ലെങ്കിൽ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഇല്ലാതെ, അല്ലെങ്കിൽ മീൻസ് ഓഫ് ഏർണിംഗ് ഇല്ലാതിരുന്ന ഒരു സമൂഹമായിരുന്നു സ്ത്രീകൾ. അവർ കല്യാണം കഴിച്ച് പെട്ടെന്ന് ഡിവോഴ്സിലേക്ക് പോകുമ്പം ദേ ആർ ലെഫ്റ്റ് ഹെൽപ്ലെസ് ഇൻ എ സൊസൈറ്റി. ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടും ഇല്ലാതെ നേരെ ഒരു സൊസൈറ്റിയിലേക്ക് ഹെൽപ്ലെസ് ആയിട്ട് അവർ വിടുമ്പോൾ, അത് ഈ പറയുന്ന നമ്മുടെ നാട്ടിലൊക്കെ ഈ പറയുന്ന പോലെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സ്വന്തം വീട്ടിൽ നിന്ന് എഴുതി തള്ളിയൊരു സെറ്റപ്പിലേക്ക് ഈ പറയുന്ന പോലെ അങ്ങനെ ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിന് സ്ത്രീകൾക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ജീവനാംശം കൊടുക്കുക എന്നുള്ളൊരു നിയമം വന്നതെന്നാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. അല്ലെങ്കിൽ ദാറ്റ് ഇസ് ദ മൊറാൽ ബിഹൈൻഡ് ഇറ്റ് എന്ന് എനിക്ക് തോന്നുന്നു. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കുറേയൊക്കെ, അല്ലെങ്കിൽ ഇപ്പോഴും കുറേയൊക്കെ മാറി വരുന്നുണ്ടെങ്കിലും ആ നിയമത്തിന് ഇന്നും പ്രസക്തിയുണ്ട്. ആ നിയമത്തിന് ഇന്നും പ്രസക്തി ഉള്ളപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിന് കിട്ടുന്ന ഈ മുമ്പ് പറഞ്ഞ സാധനം, അലിമണി വേടിക്കാത്തയാണ് ശരി എന്ന് പറയുന്നൊരു ടേം പറയാം, ഒരു നെറേറ്റീവിന് സപ്പോർട്ട് കൊടുക്കുന്നതിൻ്റെ കാരണം what do you think it is? അതിൻ്റെ ഒരു നെറേറ്റീവിനൊരു ട്രാക്ഷൻ കിട്ടാനുള്ള കാരണം ഏത് വാങ്ങാണ്ടിരിക്കുന്നതാണ് ശരി. കാരണം ഇവർ ഇതിൻ്റെ എക്സ്റ്റൻഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ പറയുന്ന മാനോസ്ഫിയറിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ടാണ് ഇത്. അങ്ങനത്തെ ന്യൂസിൻ്റെ ഒക്കെ അടിയിൽ കുറേ കമൻറ്റ്സ് വരും. കണ്ടോ ഇതോടെ പറയുന്ന എല്ലാ നിയമങ്ങളും വിമൻ ഫേവറാണ്, നമുക്ക് ആണുങ്ങൾക്കൊന്നുമില്ല, അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പ്രശ്നം. ഇപ്പം നമ്മൾ പണ്ട് പറയുന്ന പോലെ വിമൻ അല്ല ഒപ്രസ്ഡ് ജെൻഡർ, മെന്നാണ് ഒപ്രസ്ഡ് ജെൻഡർ എന്ന് കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ടാണ്. കാരണം നമ്മൾക്കാരും പൈസ ഒന്നും തരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇതിൻ്റെ വേറെ പ്രശ്നം വെച്ചാൽ ഇതിന് ഭയങ്കര മീഡിയ സ്പേസിൽ കാരണം വെച്ചാൽ ഈ മീഡിയകൾ ഇങ്ങനത്തെ ഇതേ ഒരു റെസ്പോൺസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുപോലത്തെ ന്യൂസ് ഇടും. കാരണം ആഫ്റ്റർ ഓൾ മീഡിയക്ക് ഈസ് ഓൺലി ഇൻ റിക്വയർമെൻറ്റ് ഇസ് അവരുടെ ഓൺലൈൻ മീഡിയ ട്രാക്ഷൻ അല്ലെങ്കിൽ ന്യൂസ് റേറ്റിംഗ്സ്, ഇതാണ് അവരുടെ ഓൺലി ഉദ്ദേശം. പിന്നെ അപ്പോൾ അതുകൊണ്ട് അവർ അത് ഉദ്ദേശിച്ച് തന്നെ ഇങ്ങനെ ഒരു കോൺവെർസേഷൻ ഉണ്ടാക്കാൻ തന്നെ അവർ അങ്ങനത്തെ പോസ്റ്റ് ബൂസ്റ്റ് ചെയ്യും, കൂടുതൽ ഇടുകയൊക്കെ ചെയ്യും. പിന്നെ കുറേ ആൾക്കാർ ഇതിന് ഇപ്പം ഈ
എനിക്ക് തോന്നുന്നില്ല സമന്തൻ്റെ അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ഹെൽപ്പിംഗ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ക്രിക്കറ്ററും ഇതുപോലെ ഡിവോഴ്സായി. എന്നിട്ട് അപ്പോൾ ഈ ഡിവോഴ്സിന് ഇതുപോലെ തന്നെ എനിക്കൊന്ന് ജഡ്ജ്മെൻറ്റ് ഈസ് ടു പേ വൈഫ് എങ്ങനെ ഇത്ര വലിയ എമൗണ്ട്. പക്ഷേ എന്നിട്ട് ഈ ക്രിക്കറ്റർ ഇതിൻ്റെ മീഡിയ സ്പേസിലേക്ക് വരുന്ന എങ്ങനെയാണ്, ഒരു ടീഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, എന്താ ലുക്ക് ഫോർ യുവർ ഷുഗർ ഡാഡി സംവെയർ എൽസ്, അങ്ങനെ എന്തോ ഒരു അർത്ഥം വരുന്നത്. നിനക്കൊരു ഷുഗർ ഡാഡി വേണമെങ്കിൽ അത് വേറെ എവിടെയും തപ്പോൾ അങ്ങനെ എന്തോ അർത്ഥം വരുന്ന തരത്തിലൊരു ടീഷർട്ട് ഇട്ടിട്ടാണ് കോടതിയിലേക്ക് വരുന്നത്. എന്നിട്ടാകുമ്പോൾ അത് മീഡിയയിൽ വലിയൊരു ന്യൂസ് ആവുന്നു. കാരണം ഇവർക്ക് ഈ സ്പിയറിനകത്ത് ജീവിക്കുന്ന അവർക്ക് ഇത് ഭയങ്കര ഒരു സെലിബ്രേഷനാണ്, ഭയങ്കര എന്തോ ഒരു ഹീറോയിക് ആയിട്ടാണ് തോന്നുന്നത്. അവർക്ക് വാലിഡേഷനാണ്. നമ്മുടെ എല്ലാ റോളും എല്ലാ സെലിബ്രിറ്റീസും അല്ലെങ്കിൽ എല്ലാ ഈ പബ്ലിക് സ്പേസിൽ വളരെ റെലവൻ്റ് ആയിട്ട് നിൽക്കുന്ന മനുഷ്യരും എന്ത് ചെയ്താലും അതിന് കണക്ട് ചെയ്യുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു ട്രേറ്റ് നമുക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതേ ഒരു നമ്മൾ വിശ്വസിക്കുന്ന ഐഡിയോളജിയിലോ കോൺസെപ്റ്റിലോ ഇവർ ഒരു റെപ്രസെൻറ്റേഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇപ്പം സാധാരണ എനിക്ക് കിട്ടുന്ന വാലിഡേഷനും ഉണ്ട്. ഇപ്പോൾ ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഫിഗർ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫിഗർ പോട്ടെ, ഒരു ക്രിക്കറ്റർ, വാട്ട്സെവർ, ഒരു സെലിബ്രിറ്റി, റാൻഡം സെലിബ്രിറ്റി ഇപ്പം തീവ്ര വലതുപക്ഷത്തിനെതിരെ ഒരു കാര്യം പറഞ്ഞ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് റിലീസ് ചെയ്യുകയാണെങ്കിൽ എനിക്കതിൽ ഐ വിൽ ഫീൽ വാലിഡേറ്റഡ്. ആ ഒരു വാലിഡേഷൻ ഇവർക്കും കിട്ടുന്നുണ്ട് ഇതിൽ നിന്ന്. ഈ കുട്ടികൾക്കും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഈ മാനോസ്ഫിയറിൽ കറങ്ങി തിരിഞ്ഞ് നടക്കുന്ന അല്ലെങ്കിൽ ആ എക്കോ ചേമ്പറിൽ പെട്ട് കിടക്കുന്ന മനുഷ്യർക്ക് എന്തായാലും അതിൽ നിന്നൊരു വാലിഡേഷൻ കിട്ടുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു അതും ഒരു റെലവൻറ്റ് ഒരു വിഷയമാണ്. അതായത് ഇപ്പം നമ്മളിപ്പം ഇവർ ഈ മാനോസ്ഫിയറിൽ ഉണ്ടെന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ലൈക്ക് ഓൺലി ദേ ആർ ഇൻ ദാറ്റ് സ്പിയർ. നമ്മളും നമ്മുടേതായ വേറെ പല സ്പിയറിലാണ്. ഇപ്പോൾ നമുക്ക് തോന്നും ലോകത്തിന് ചുറ്റും നടക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെയാണ്, ഡിപ്പെൻഡിങ് അപ്പോൾ നമ്മൾ കാണുന്ന പോസ്റ്റുകൾ. പക്ഷേ അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇവർ ആപ്പുകാർ അൽഗോരിതം ഡിസൈൻ ചെയ്ത് തരുന്നതാണ് നമ്മൾ. അല്ലാണ്ട് അത് മാത്രമല്ല ലോകത്ത് സംഭവിക്കുന്നുള്ളത്. അപ്പോൾ അതാണ് അതിൻ്റെ വേറൊരു വശം. പിന്നെ ഞാൻ ജസ്റ്റ് ആ ഒരു അലുമിനി അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്യുന്നതാണെങ്കിൽ, ഈ പലപ്പോഴും ഈ ഹൗസ് മേക്കറായിട്ട് ഉണ്ടാവുന്ന വൈഫാണെങ്കിൽ, സ്റ്റേ അറ്റ് ഹോം ഒരു വൈഫാണെങ്കിൽ ഈ പലപ്പോഴും ഉണ്ടാവുന്നത് ഒരു അൺപെയ്ഡ് ലേബറാണ്. അപ്പം അതിൻ്റെ ഒരു അതായത് ഇപ്പോൾ ഈ പറയുന്ന ഈ ഹസ്ബൻഡിന് ഇങ്ങനെ ഇവർ പറയുന്നു ഹസ്ബൻഡ് വളരെ പണിയെടുത്തിട്ടാണ് ഇങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ, അപ്പം ഈ ഹസ്ബൻഡിന് ഇങ്ങനെ പണിയെടുക്കാൻ വേണ്ടിയുള്ളൊരു ഫെസിലിറ്റി വീട്ടിലുണ്ടാക്കി കൊടുക്കുന്നത് ഈ വൈഫാണ്. അത് വളരെ അൺപെയ്ഡും അൺറെക്കഗ്നൈസ്ഡുമായ ലേബറാണ്. അപ്പം അതിനൊരു വേജ് വേണ്ടേ, അതിനൊരു റെക്കഗ്നീഷൻ വേണ്ടേ എന്നുള്ള ഒരു ടോപ്പിക് കൂടി ഉണ്ട്. ജസ്റ്റ് ഞാൻ ഒരു അലുമിനി ആ ഒരു ഭാഗം കൂടി മാത്രം പറയാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ ഇവർ ഒരു ചെറിയ ഒരു സ്വഭാവമുണ്ട്. അതായത് ഇങ്ങനെ ഇപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ ഇപ്പോൾ ഇങ്ങനത്തെ ഈ ജെൻഡർ റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ ഒരു വയലൻസ് ഉണ്ടായാൽ, ഇപ്പം ഇഫ് ദ വുമൺ ആണ് കൾപ്രിറ്റ് എന്ന് പറയുമ്പോൾ അതിന് ഭയങ്കര ഒരു ട്രാക്ഷൻ. നമ്മളിപ്പം എപ്പോഴും അത് ഫ്രെയിം ചെയ്യുന്നതോ അല്ലെങ്കിൽ അത് പറയുന്ന രീതി ഇല്ലേ, ആനും തോന്നിയിട്ടില്ല അങ്ങനെ നമ്മളിപ്പോൾ മീഡിയ സ്പേസിൽ ഒരു ഇങ്ങനെ അങ്ങ് എക്സാജറേറ്റ് ചെയ്ത് എല്ലാം അതിലൊരു ഇറ്റ്സ് എ ബിഗ് ഡിഫറൻസ്. ഒരു സ്കാൻഡൽ ആണെങ്കിലും അത് ആണുങ്ങൾക്കെതിരെ ആണെങ്കിലും ആണുങ്ങളുടെ സ്കാൻഡൽ വേഴ്സസ് പെണ്ണുങ്ങളുടെ സ്കാൻഡൽ. പെണ്ണുങ്ങളുടെ ഇറ്റ്സ് ലൈക്ക് ഷൂട്ടിങ് അപ്പ് ഒരു എല്ലാ ഹിസ്റ്ററിയും പഴയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അതങ്ങ് കാണിച്ച പെണ്ണിൻ്റെ പേഴ്സണാലിറ്റി ഓർ ഈവൻ ദാറ്റ് ഹോൾ ഐഡൻറ്റിറ്റി ദേ ചൂസ് ടു explain character assassination മൊത്തത്തിൽ. അപ്പം അതിൻ്റെ എന്താണ് അതിന്ന് വ്യൂവേഴ്സ് ഓർ ഈവൻ ഓഡിയൻസ് ഓർ ഈവൻ ദ ഹോൾ പബ്ലിക് ഗെയിൻസ് ഫ്രം ആ ഒരു ഡിഫറൻസിയേഷൻ. ഇല്ല, ജസ്റ്റ് അവരുടെ ഒരു 3 സെക്കൻഡ് ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അവർ ആ ഒരു കമൻറ്റ് ഇടുന്നത്. ഇപ്പോൾ വിമൻ റിലേറ്റഡ് ആയിട്ട് എന്ത് വന്നാലും അതിൻ്റെ കമൻസ് ഒക്കെ ഭയങ്കര വൾഗറായിരിക്കും. അതായത് ഇറ്റ്സ് എ ഹോൾ ഡിഫറെൻറ്റ് ടോപ്പിക്. എന്നാലും ഇപ്പം നമുക്കിപ്പോൾ സർട്ടൻ ഒരു എക്സാമ്പിൾ എടുക്കാൻ, ഇപ്പോൾ ഞാൻ പറയും, ഇപ്പോൾ നാട്ടിലിപ്പം ഗ്രീഷ്മ എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് നാട്ടിൽ എല്ലാവർക്കും അറിയും. ഏത് കുട്ടിയോട് ചോദിച്ചാലും ഗ്രീഷ്മ ആരാന്ന് മറ്റേ വേഷം കൊടുത്തത് അത് പറയും. പക്ഷേ കാരണം മറ്റേ ഒരു മെയിൽ അങ്ങനെ ഒരു പേര് പറയാൻ പോലും ഓർമ്മയുണ്ടല്ലോ, കാരണം അത്രത്തോളം കേസാണ് നാട്ടിൽ വരുന്നത്.
ആ ഒരു അങ്ങനെ ഒരു ഓർമ്മ പോലും ഉണ്ടാവില്ല. പിന്നെ ഈ ഓർമ്മ എന്ന് പറയുന്നത് ബിക്കോസ് അത് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടാണ്. ഇപ്പം അതായത് ഇവരെന്തോ പറഞ്ഞു വരുത്തി തീർക്കും എല്ലാ റിലേഷൻഷിപ്പും ഗേൾസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വിഷം കൊടുക്കുന്ന ഒരു അങ്ങനെയാണെന്നുള്ളൊരു നെറേറ്റീവ് ഉണ്ടാക്കിയെടുക്കും. ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ പോലും ഇവർ അതിനെ ട്വിസ്റ്റ് ചെയ്യാൻ പോകുന്നത് വി ആർ ഡിഫെൻഡിങ് അത് ചെയ്ത ഗ്രീഷ്മ എന്നുള്ളത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു സോഷ്യൽ മീഡിയയിൽ വർക്കിംഗ്, അതിൻ്റെ നെറേറ്റീവ്സ് ബിൽഡ് ചെയ്യുന്നതും ട്വീക്ക് ചെയ്യുന്നതിൻ്റെ ഒരു വർക്കിംഗ് അങ്ങനെയാണ്. അപ്പം ഇങ്ങനത്തെ അൾട്ടിമേറ്റ്ലി ദ പോയിന്റ് ഈസ് ഇങ്ങനത്തെ കുറേ ചെറിയ പിക്ഡ് ഇൻസിഡൻസും ചെറിയ പിക്ഡ് ഡൈവോഴ്സും ചെറിയ പിക്ഡ് മറ്റേ ഡൈവോഴ്സ് ലോസും പിന്നെ ചെറിയ പിക്ഡായ സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് ഇത്രത്തോളം ഫോൾസ് മറ്റേ റേപ്പ് അക്യൂസേഷൻ ഉണ്ടായിട്ടുണ്ട്, അതൊന്നും കോടതിയിൽ തെളിഞ്ഞിട്ടില്ല, അതുകൊണ്ട് അതിൻ്റെ അർത്ഥം എന്താ, ഇതിങ്ങനെയല്ല വേണ്ടതെന്നൊക്കെ അങ്ങനെ ചെറിയ പിക്ക് ഡേറ്റ എടുത്തിട്ട് എനിക്ക് തോന്നുന്നു സോഷ്യൽ സയൻസിൻ്റെ മെയിൻ പ്രശ്നം ചെറിയ പിക്ക് ഡേറ്റ എടുത്താൽ നിനക്ക് വേണ്ട ഒരു നെറേറ്റീവ് ഉണ്ടാക്കാം. പക്ഷേ അങ്ങനെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ചാണ് പലപ്പോഴും ഒരു സോഷ്യൽ ഇഷ്യൂവിന് വേണ്ടത്. അത് ഇല്ലാതെയുള്ള ഒരു അസംഷൻസ് ആണ് ഈ മാനോസ്ഫിയറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ അത്ര പറഞ്ഞിട്ട് നമുക്കൊരു ബ്രേക്കിലേക്ക് പോകാം. എന്നിട്ട് നമ്മൾ വിൽ ബി ബാക്ക്. ഹൈ ഗൈസ്, വി ആർ ബാക്ക് ഫ്രം ദ ബ്രേക്ക്. അപ്പോൾ നമ്മൾ എന്താണ് മാനോസ്ഫിയറിനെ എസ്റ്റാബ്ലിഷ് ചെയ്തു, അത് അവരുടെ ഒരു പ്രിൻസിപ്പിൾസ് എന്താണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഐ മീൻ വി ട്രൈ ടു എസ്റ്റാബ്ലിഷ്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് കുറച്ച് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം മൂവിങ് ഓൺ അല്ല, ഇൻ ദ സെയിം ടോപ്പിക് നമ്മളിപ്പം ഇപ്പം വാട്ട് ക്യാൻ വി ഡൂ അബൌട്ട് ഇറ്റ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പം ഇത് നമുക്കിപ്പോൾ നോക്കിയിട്ട് ഓക്കെ ദേ ആർ ടോക്സിക് മാസ്കുലിൻ എന്ന് പറഞ്ഞിട്ട് ആ കോൺവെർസേഷൻ അവിടെ എൻഡ് ചെയ്യാൻ എളുപ്പമാണ്. അതായത് അവരങ്ങനെ പറഞ്ഞ് ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ ആ കോൺവെർസേഷൻ ഹെൽപ്പ് ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ അങ്ങനെ രീതിയിൽ നമ്മളിപ്പോൾ ബാക്കിയുള്ളവരുടെ മുമ്പിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്താൽ നമുക്കൊരു ഇപ്പോൾ എൻ്റെ പേഴ്സണലി സ്പീക്കിംഗ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു പ്രോബബ്ലി കുറച്ച് ബ്രൗണി പോയിൻറ്റ്സ് എനിക്ക് കിട്ടും. അതായത് ഇവനെല്ലാം അറിയാമെന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഇവൻ സംസാരിക്കുന്നുള്ള ഒരു ബ്രൗണി പോയിൻറ്റ്സ് എനിക്ക് കിട്ടും. പക്ഷേ ആർ വി ഹെൽപ്പിംഗ് ദ കോസ്? ഐ ടോട്ടലി അഗ്രി വിത്ത് ദാറ്റ്. ഈ പറയുന്ന പോലെ ഒരു ബ്രൗണി പോയിൻറ്റ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു മോറൽ ഹൈ ഗ്രൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടോ ആണത് പറയുന്നതെങ്കിൽ അതിലൊരു പ്രശ്നമുണ്ട്. പക്ഷേ ആർക്കാണ് നമ്മൾ ഈ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് കൊടുക്കുക? നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ കുട്ടികൾ ടോക്സിക് മാസ്കുലിനിറ്റി ഫോളോ ചെയ്യുന്നു, അല്ലെങ്കിൽ അവരൊരു റോങ് സൈഡ് ഓഫ് തിങ്സ് അല്ലെങ്കിൽ റോങ് നെറേറ്റീവിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രോബബ്ലി അവരെ റീഹാബിലിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ ബ്രിങ് ദം ബാക്ക് ടു ട്രാക്ക് എന്ന് ഞാൻ പറയും. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. പക്ഷേ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ ഇത് പുഷ് ചെയ്യുന്ന ആൾക്കാരെ കോൾ ഔട്ട് തന്നെ ചെയ്യണ്ടേ? ദാറ്റ് ഇസ് ടോക്സിക് മാസ്കുലിനിറ്റി അല്ലെങ്കിൽ ദാറ്റ് ഇസ് ദ റോങ് തിങ് ടു ഡു എന്ന് കോൾ ഔട്ട് ചെയ്യണമല്ലോ. ഇപ്പോൾ ഇതിൽ നിന്ന് ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഒരു വൾണറബിൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ മുമ്പ് പറഞ്ഞാൽ ഈ സെൻറ്റിമെൻറ്റ്സ് ആൻറ്റി ഫെമിനിസ്റ്റ് സെൻറ്റിമെൻറ്റ്സിൽ വിശ്വസിക്കുന്ന ഒരു പറ്റം ആൾക്കാരിൽ നിന്ന് ബെനിഫിറ്റ് ചെയ്യുന്ന കുറേ പേരില്ല. അവരെ കോൾ ഔട്ട് തന്നെ ചെയ്യേണ്ട. അല്ലെങ്കിൽ അവർക്കെതിരെ അവർക്കിത് അറിയാം. ഐ മീൻ ഐ വുഡ് ബിലീവ് അവർക്ക് അത്ര മണ്ടന്മാരായിരിക്കില്ല, അവർക്കറിയാം ദിസ് മൈ നോട്ട് ബി ദ മേജർ പ്രോബ്ലം, ബട്ട് ദേ ജസ്റ്റ് സെല്ലിങ് ദിസ് ആസ് എ പ്രോബ്ലം. അങ്ങനെയുള്ളവരെ കോൾ ഔട്ട് തന്നെ ചെയ്ത്, അല്ലെങ്കിൽ ഈ പറയുന്ന നിങ്ങൾ കാണിക്കുന്നത് തെറ്റാണ്, നിങ്ങൾ ചെയ്യുന്നത് ഇറ്റ്സ് ബാഡ് ഫോർ ദ സൊസൈറ്റി, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് കോൾ ഔട്ട് ചെയ്ത് അവർക്കെതിരെ തീരെ മനുഷ്യത്വപരമല്ലാത്തതെന്ന് പറയുന്നില്ല, പക്ഷേ ഒരു സ്റ്റേണർ സ്റ്റാൻസ് അവർക്കെതിരെ എടുക്കണ്ടേ? പോലെ ആണ് ഇത് പോകുന്നതെങ്കിലും ലൈക്ക് യു മെയിൻ ഏത് സ്ട്രാറ്റജി ആണല്ലോ, ലൈക്ക് യു ഫസ്റ്റ് ക്രിയേറ്റ് ദ പ്രോബ്ലം ഫോർ ദ കൺസ്യൂമേഴ്സ് ആൻഡ് ദെൻ യു പുട്ട് ദാറ്റ് ഐഡിയ ഓർ പ്രോഡക്റ്റ്. അങ്ങനെ ആ ഒരു പ്രോബ്ലം ഉണ്ടാക്കി അവർക്ക് അങ്ങ് സെല്ല് ചെയ്യുന്നതായിരിക്കും ഈ എസ്റ്റാബ്ലിഷ് ആയ ആൾക്കാർ ചെയ്യുന്ന ഓൾറെഡി. അങ്ങനെയല്ലേ ഒരു ട്രാക്ഷൻ കിട്ടി അവർക്ക്, ആ ഒരു എന്താ പറയുക, ആ ഒരു ഗോള് അല്ലേ ഇത് വരുന്നത്. അഗൈൻ കണ്ടിന്യൂയിങ് ദാറ്റ്, ഞാൻ ഇത് ഇവോൾവായി വന്നൊരു പ്രശ്നമായി ഒരു എക്സ്റ്റെൻഡ് വരെ ഇത് ഇവോൾവായി വന്നൊരു നേച്ചർ ആണെങ്കിലും, അല്ലെങ്കിൽ ഒരു ഇവോൾവായി വന്ന ഫിനോമിനൻ ആണെങ്കിലും, ആക്ച്വലി ഇറ്റ് വാസ് ക്രിയേറ്റഡ്, റൈറ്റ്? ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞൊരു പ്രശ്നം ക്രിയേറ്റ് ചെയ്ത്, ഇപ്പോൾ മാൻ പറഞ്ഞ പോലെ
ഹീസ് എനിമി അല്ലെങ്കിൽ ഷീസ് എനിമി എന്ന് മനുഷ്യൻ്റെ മുമ്പിൽ ഇട്ട് കൊടുത്ത് പിന്നെ അതിനൊരു ട്രാക്ഷൻ കൊടുത്ത് അല്ലെങ്കിൽ അതിനെ കുറേ സപ്പോർട്ടിങ് എവിഡൻസ് കൊടുത്ത് അങ്ങനെ ചെയ്യുന്നില്ലേ. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ അല്ലെങ്കിൽ അസോസിയേഷൻസിനെ അല്ലെങ്കിൽ ഇതിന് പൊളിറ്റിക്കൽ ബെനിഫിറ്റ്സ് ഉണ്ടാക്കുന്നവരുണ്ട്. ഇതിൻ്റെ ഹോൾ അതർ സൈഡ് ഓഫ് തിങ്സ് ഇസ് ഇതിനൊരു ഫാർ റൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് സുപ്രമിസ്റ്റ് അജണ്ട പുഷ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വേറൊരു ഞാനൊരു പേപ്പറിൽ വായിച്ച ഇതിൻ്റെ വേറൊരു പോയിന്റ് ഓക്കെ, ഇത് കുറച്ച് ഇത് വേണമെങ്കിൽ നീ കട്ട് ചെയ്തു. പക്ഷേ ദ തിങ് ഇസ് ഒരു വൈറ്റ് സുപ്രമിസ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ ഇസ്ലാമോഫോബിക് വൈറ്റ് സുപ്രമിസ് ആയിട്ടുള്ള ആൾക്കാർ പോലും അറ്റ് ടൈംസ് ഇസ്ലാമോഫോബിയ അവർ മാറ്റി നിർത്തി അതിലെ ചില എന്താ ആൻറ്റി ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ മിസോജനിസ്റ്റിക് ആയിട്ടുള്ള ഐഡിയാസ് അതിലുണ്ടായത് കൊണ്ട് അത് അഡോപ്റ്റ് ചെയ്ത് അതിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ട്രെൻഡും ഉണ്ട് ഇതിൽ. അതിന് എക്സാമ്പിൾസ് ഉണ്ട്. അതിൻ്റെ ഇവരുടെ മെയിൻ ഏറ്റവും വലിയ പ്രൊപ്പഗേറ്റർ ആള് അങ്ങനെയാണ്. അതൊക്കെ നെയിംസ് എടുക്കണ്ട. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സൈഡ് ഓഫ് തിങ്സും കൂടെ ഉണ്ട്. ഇതിൽ നിന്നൊരു പൊളിറ്റിക്കൽ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. ഇങ്ങനെയുള്ള മനുഷ്യരെ നമുക്ക് കാണുമ്പോൾ ഇപ്പം ഞാൻ അഗൈൻ പറയുന്നു, മോറൽ ഹൈ ഗ്രൗണ്ട് എടുക്കാനോ ബ്രൗണി പോയിൻറ്റ്സിനോ വേണ്ടിയിട്ടല്ല, പക്ഷേ നമ്മൾ ഇത് കാണുമ്പോൾ നമുക്കിത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവാത്ത വേറെ കാര്യങ്ങളാണ്, ബട്ട് പ്രഥമ ദൃഷ്ടിയാൽ കുറ്റക്കാരനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ കോൾ ഔട്ട് ചെയ്യും. അതിന് കുറച്ചും കൂടെ ഒരു എപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന എപ്പോഴും സൊസൈറ്റിയിൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം എന്നല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷേ ഒരു ന്യൂട്രൽ സ്റ്റാൻസ് അല്ലെങ്കിൽ കുറച്ചും കൂടെയും റിലാക്സ്ഡ് ആയിട്ടുള്ള സ്റ്റാൻസ് ഇതിലെ അഫക്റ്റഡ് ആൾക്കാർക്കും ഈ പ്രശ്നം കോസ് ചെയ്യുന്നവർക്കെതിരെ അത്ര ന്യൂട്രൽ അല്ലാത്തൊരു സ്റ്റാൻസ് എടുക്കണം എന്നാണ്, അത്ര റിലാക്സ്ഡ് അല്ലാത്തൊരു സ്റ്റാൻസ് എടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രോബബ്ലി ഇറ്റ്സ് എ ബിറ്റ് അല്ല, ഈ ടോക്സിക് മാസ്കുലിനിറ്റി ഇപ്പം ബാസി പറഞ്ഞ പോലെ ഇഫ് യു കോൾ ഔട്ട് പീപ്പിൾ ഓൾസോ that is from a man's perspective. From a female's perspective, I think varying degrees ഉണ്ട്. ഇത് വൺ വുമൺ ഇത് നോർമലൈസ് ആയിട്ടുണ്ടായിരിക്കും, ആൻഡ് ഫോർ അനദർ വുമൺ ഇറ്റ്സ് ലൈക്ക് ഹൈ സ്റ്റാൻഡേർഡ്സ് എന്ന് അവർ പറയുന്ന പോലത്തെ, ഫോർ ദം ഇറ്റ്സ് ലൈക്ക് ഒബ്വിയസ് ടോക്സിക് മാസ്കുലിനിറ്റി. പക്ഷേ വേറെ വിമണിന് ഇറ്റ്സ് നോർമലൈസ്ഡ് ആൻഡ് ദാറ്റ്സ് ദ നോർമൽ ഫോം വാട്ട് ഷീ ഹാസ് ബിൻ സീയിങ് സിൻസ് ചൈൽഡ്ഹുഡ് ഓർ അങ്ങനെ ആയതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പം അത് കോൾ ഔട്ട് ചെയ്യുമ്പോൾ തന്നെ അതിലൊരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വിത്തിൻ വിമൻ ഉണ്ട്. അത് വെരി വാലിഡ്. കാരണം ഞാൻ ഇപ്പോൾ അടുത്ത് ഇതിൻ്റെ ജസ്റ്റ് ഇതിനെക്കുറിച്ച് ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കുറേ സംഭവങ്ങൾ വീഡിയോ കാണുമ്പം അതിൽ ഇടയിൽ വന്നൊരു വീഡിയോ ആണ് പിയോസ് മോർഗൻ എന്ന് പറയുന്ന ആളില്ലേ, അയാളുടെ ഒരു കോൺവെർസേഷൻ ഉണ്ടായി ഇതിനെക്കുറിച്ച്. അപ്പോൾ അതിൽ ഇയാളുടെ ഗസ്റ്റായിട്ടുണ്ടായ രണ്ടാൾക്കാർ ഒരു പ്രോപ്പർ ഈ മാനോസ്ഫിയറിൻ്റെ ഒരു പ്രൊപ്പഗേറ്റർ, പക്ഷെ അതിൽ ഒരു ലേഡി ഉണ്ടായി, ഒരു വുമൺ ഉണ്ടായി. ആ വുമൺ വാസ് ഒരു കൺസർവേറ്റിസ്റ്റ്. പക്ഷേ അവർ പറയുന്നത് ഇതുപോലത്തെ ഈ ആണുങ്ങൾ ഇങ്ങനെ ആവണം എന്നല്ല, അതായത് ഇതുപോലുള്ള ഈ ഒരു ജെൻഡർ മറ്റേ ഡോമിനൻസ് ആൾക്കാരാവണം എന്നല്ല, പക്ഷേ വാട്ട് ഷീസ് ലൈക്ക് മെൻ ഷുഡ് പ്രൊവൈഡ് ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ നൈസാ. പക്ഷേ എന്ന് വെച്ചാൽ ഡോമിനേറ്റ് ആവണം എന്നല്ല, വിമൻ ഷുഡ് ഹാവ് ലൈക്ക് യു സെഡ്, ഇപ്പോൾ ഒരു വുമണിന് സ്റ്റേ അറ്റ് ഹോമാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യാനും റൈറ്റ് വേണം. പക്ഷേ മെൻ ഷുഡ് ബി ദ പ്രൊവൈഡർ, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ്. അതിൻ്റെ ഓക്കെ, ഞാൻ അവരുടെ ഒരു പേഴ്സ്പെക്റ്റീവ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ റെസ്പോൺസായിട്ട് ഇയാളുണ്ടല്ലോ, ഈ മാനോസ്ഫിയറിലുള്ള ആൾ, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾ പറഞ്ഞത് എന്താണെന്ന് അറിയോ, ഓക്കെ നിങ്ങൾക്ക് മെൻ ഷുഡ് പ്രൊവൈഡ്, ബട്ട് വാട്ട് ആർ വി റിസീവിങ് ഫ്രം യു? നമ്മൾക്ക് എന്താ കിട്ടുക? വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ട്? അതായത് അതിൻ്റെ വിക്ടിംസാണ് നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള ആറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇയാൾ. അത് അയാളുടെ പോയിന്റ് ഓഫ് വ്യൂ. അപ്പം അതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് ഞാൻ പറയുകയാണ്, ഈ മാനോസ്ഫിയറിൽ ഇവരിങ്ങനെ ഈ ഒരു മിസോജിനി അങ്ങനെയൊക്കെ പറയുമ്പോഴും ഇവർ ഉപയോഗിക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. അതായത് ഇപ്പോൾ മെയിൽ സൂയിസൈഡ്സ്, അവർ മെൻ്റൽ ഹെൽത്ത്, അതായത് സ്റ്റാറ്റിസ്റ്റിക്കലി ദാറ്റ് ഈസ് എ പ്രൂവൺ ഫാക്ട്. അതായത് മെയിൽ സൂയിസൈഡ്സ് ആർ എക്സ്പോണൻഷ്യലി ഹയർ ദാൻ ഫീമെയിൽ സൂയിസൈഡ്സ്. അവരുടെ മെൻ്റൽ ഹെൽത്ത് ഈസ് അണ്ടർ റിപ്പോർട്ടഡ്, മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആർ ലാർജ്ലി അണ്ടർ റിപ്പോർട്ടഡ്. അപ്പം
ഇതൊക്കെ അങ്ങനെ ഒരു കൺസേൺ അവരിതുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ ഒരു സമയത്ത് എഗെയിൻ ഇതിൻ്റെ ഒരു പ്രൊപ്പഗേറ്റേഴ്സിനെ കോൾ ഔട്ട് ചെയ്യണം. അതിൻ്റെ ബിസിനസ് ആസ്പെക്ട്സ് കാണുന്നവർ, അതിൻ്റെ ലാഭം എടുക്കാൻ ശ്രമിക്കുന്നവരെ കോൾ ഔട്ട് ചെയ്യണം. പക്ഷേ ഇതിൻ്റെ ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ ഓക്കെ ഇങ്ങനത്തെ ഇഷ്യൂസ് ഉന്നയിക്കുന്നവരെ പോലും നമ്മൾ ഓക്കെ ദേ ആർ പാർട്ട് ഓഫ് ദ മാനോസ്ഫിയർ, ദേ ആർ ബീയിങ് ടോക്സിക് മസ്കുലിൻ, ഇവർ ഈ ജെൻഡർ റോൾസ് ഇല്ലാണ്ടാവുന്നതിനെ സഹിക്കാത്തതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ വി ആർ ജസ്റ്റ് ഐസൊലേറ്റിംഗ് ദം. അപ്പം അങ്ങനെ ഇവർ ഐസൊലേറ്റ് ചെയ്ത് കളഞ്ഞാൽ ഹൗ ഇസ് ദാറ്റ് ഹെൽപ്പിംഗ് ദം? ദേ ആർ ഗോയിങ് ഇൻ ടു മോർ ഓഫ് എ ഡീപ്പർ ഹോൾ. ഇല്ല, ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു. അത് എനിക്ക് തോന്നുന്നു ഒരു സൊസൈറ്റിയിലും ഒരു ഏത് പ്രശ്നം എടുത്താലും നമ്മളൊരു ഈ പറയുന്ന നമ്മളതിൻ്റെ അത് മറ്റേ സൈഡിൽ നിൽക്കുന്ന ആൾ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഡ്രഗ് അബ്യൂസിൻ്റെ കാര്യം എടുത്താലും, അല്ലെങ്കിൽ കുട്ടികൾ എല്ലാവരും ഡ്രഗ് അബ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ ഒരു പ്രായത്തിന് താഴെയുള്ളവരെയൊക്കെ ഇപ്പോൾ ഒരു ഇതായിട്ട് കാണുകയാണ്. അവരെ എന്തോ പ്രിഡേറ്റേഴ്സായിട്ട് അല്ലെങ്കിൽ ഒഫൻഡേഴ്സായിട്ട് കണ്ട് അവരെ ഐസൊലേറ്റ് ചെയ്യുന്നത് ഇസ് നോട്ട് ദ റൈറ്റ് വേ ഓഫ് ഡൂയിങ് തിങ്സ്. അത് എല്ലാ കാര്യത്തിലും ഇറ്റ് ഇസ് ദ സെയിം. പക്ഷേ അഗൈൻ ഞാൻ പറയുന്ന കുട്ടികളെ അല്ലെങ്കിൽ ഇത് നമ്മളെങ്ങനെ, ഹൗ ഡു വി റെക്കഗ്നൈസ്? ഒരു മനുഷ്യൻ ഇപ്പം കുറച്ച് മിസോജിനിസ്റ്റിക് ആയിട്ടുള്ള കമൻറ്റ് പറയാണ്, ഇങ്ങനെ ഒരു പ്രശ്നം പറയാം. നീ ഇപ്പം മുമ്പ് പറഞ്ഞ പോലെ ഒരു സാധാരണ മനുഷ്യൻ, എനിക്കും നിനക്കും അറിയാവുന്ന ഒരാൾ, അല്ലെങ്കിൽ വെരി ജനറൽ പേഴ്സൺ, അല്ലെങ്കിൽ സമൺ ലൈക്ക് അസ് പറയുകയാണ്, അല്ല ഞാൻ മാത്രം ഇങ്ങനെ ഷീ സ്റ്റേയിങ് അറ്റ് ഹോം, ഞാൻ മാത്രം എന്തിനാ പൈസ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്തിന് പ്രൊവൈഡ് ചെയ്യണം എന്നൊരാൾ നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുമ്പം നമ്മളോട് അയാളുടെ അടുത്ത് ബിഹേവിയർ, നീ ഒരു മിസോജിനിസ്റ്റാണ്, അല്ലെങ്കിൽ നീ ഒരു ടോക്സിക് തന്നെയാണെന്നല്ല പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് അയാളെ അങ്ങനെ ഐസൊലേറ്റ് ചെയ്യുന്നതിന് പകരം അയാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ പ്രോബ്ലി എന്നെ ഓൺ എ 1-to-1 കോൺവെർസേഷൻ, അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു സെറ്റപ്പിൽ പ്രോബബ്ലി യെസ് എന്നല്ല, യെസ് ഇറ്റ് ഇസ് ഹി ഷുഡ് നോട്ട് ബി ഐസൊലേറ്റഡ്. പക്ഷേ അഗൈൻ മെയിൻ സ്ട്രീം മീഡിയാസിൽ അല്ലെങ്കിൽ ഈ കുറച്ച് വ്യക്തികളുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഐ എം നോട്ട് ഗോയിങ് ടു ടേക്ക് നെയിംസ്. അപ്പോൾ കുറേ ആൾക്കാർ അങ്ങനെ വന്ന് ഇന്ന് ഇതിങ്ങനെ പറയുമ്പം അവരെ കോൾ ഔട്ട് തന്നെ ചെയ്യണ്ടേ? അതോ അവർക്കും ഒരു സമാധാനത്തിൻ്റെ പാത അവർക്കും വേണ്ടി? അല്ലല്ല, അങ്ങനെയല്ല. അത് പറഞ്ഞ ഞാനും അതല്ല പറഞ്ഞു. ഞാൻ പറഞ്ഞത് മീൻസ് അവർ പറഞ്ഞ ഈ ആൾക്കാരെ കോൾ ഔട്ട് ചെയ്യുന്നതിൽ ഇഷ്യൂ ഒന്നുമില്ല. മീൻസ് നമുക്ക് മനസ്സിലാവുമല്ലോ ഓരോ ആൾക്കാർ എന്താണ് അവരുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെ കോൾ ഔട്ട് ദർ നീഡ് ടു ബി കോൾഡ് ഔട്ട്. അത് നടക്കുന്നുണ്ട്. ഐ മീൻ ദാറ്റ് നീഡ്സ് ടു ബി ഡൺ. പക്ഷേ നമ്മളിപ്പം ആ ഒരു ഇൻസ്റ്റെഡ് ഓഫ് ആ കോൺവെർസേഷൻ അവിടെ എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പോയിന്റ് ഇസ് ഇറ്റ്സ് നോട്ട് ഹെൽപ്പിംഗ് ദ കോസ് എന്നാണ് എൻ്റെ പോയിന്റ്. വാട്ട് വി നീഡ് ഇസ് അതെ, അതായത് ഇപ്പം ഇത് അങ്ങനെ ഒരു നമ്മൾ ഈ പറയുന്ന പോലെ അത് 40 മിനിറ്റ് എടുത്ത് ചർച്ച ചെയ്താൽ പോലും തീരാത്തൊരു വിഷയമാണിത്. അതായത് ഇവർക്കിപ്പോൾ ഇങ്ങനെ ഒരു സെൻസ് ഓഫ് ഐസൊലേഷനും സെൻസ് ഓഫ് ഇൻസെക്യൂരിറ്റിയും തോന്നാൻ പല കാരണങ്ങളുണ്ട്. ഇപ്പം ഇവർ ആ ഒരു ജോബിൻ്റെ ഒരു ഇത് മാറുന്നുണ്ട്. ആ ഒരു പണ്ട് പല ജോബ്സും ഭയങ്കര ഫിസിക്കാലിറ്റി വേണ്ട ജോബ്സ് ആയിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പം ജോബിൻ്റെ ഒരു നേച്ചർ മാറി. അപ്പോൾ അവിടെ ജോബിൻ്റെ ആ ഒരു ഇപ്പോൾ ഓക്കെ അവിടെ മെയിൽ വേണം, ഫീമെയിൽ വുമൺ വേണം, മെൻ വേണം എന്നുള്ള ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ബൗണ്ടറീസ് ഇസ് ഫെയ്ഡിങ് നൗ. അപ്പോൾ അവിടെ ഇവർക്ക് ഒരു സെൻസ് ഓഫ് ഒരു ഇത് തോന്നുന്നുണ്ട്, ഓക്കെ എനിക്ക് ഞാൻ അങ്ങനെ ഒരു തോന്നൽ ഇവർക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തോന്നൽ ഒരു മനുഷ്യന് ഒരു കൂട്ടം മനുഷ്യർക്ക് ഉണ്ടാകുന്നെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു തോട്ട് മനുഷ്യന്മാർക്ക് ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഈസി ടു അവരെ ഇഗ്നോർ. അല്ലെങ്കിൽ അത് വെച്ച് ക്യാഷ് ഇൻ ചെയ്യുന്നവരെ നമുക്ക് കോൾ ഔട്ട് ചെയ്യാം. പക്ഷെ അത് ഫീൽ ചെയ്യുന്ന മനുഷ്യന്മാരെ വി ഷുഡ് അഡ്രസ്. ഐ തിങ്ക് ദേ ആർ ലുക്കിംഗ് ഓൾ ഫോർ ഒരു കമ്മ്യൂണിറ്റി ആൻഡ് ഞാൻ പറഞ്ഞ നേരത്തുള്ള ഒരു റോൾ മോഡൽ പോലെ. ആൻഡ് ദേ ഫൈൻഡ് അങ്ങനത്തെ ഒരു സിമിലർ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹൂസ് ആക്ച്വൽ റൂട്ട് കോസ് ഹാസ് നോട്ട് ബിൻ അഡ്രസ്ഡ്. സോ ദേ ആർ വോയിസിങ് ഔട്ട് എന്താണ് ആ ഒരു കൊണ്ടുവന്ന ഒരു നോഷൻ ദാറ്റ് ഈസ് നോട്ട് ഹെൽപ്പിംഗ് ദം. ബട്ട് കൂട്ടത്തോടെ അങ്ങനെ അവർ ഷെയർ ചെയ്യുന്നു. ബട്ട് ആ റൂട്ട് കോസിൽ ഇഫ് ദേ വർ ഷെയറിങ് ദർ എക്സ്പീരിയൻസസ് ഓർ ഫീലിങ്സ്, ആ ഒരു വൾണറബിലിറ്റി, ഐ തിങ്ക് അതിൽ കൂടുതലൊരു അഡ്വാൻറ്റേജ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു.
അതെ, അതിനാണ് കൂടുതൽ ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഐസൊലേറ്റഡ് ആയിട്ടുള്ള മനുഷ്യരെല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ഫോം ആക്കും. എനിക്ക് തോന്നുന്നു അതാണെന്ന് തോന്നുന്നു അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ മാനോസ്ഫിയറിൻ്റെ ട്രാക്ഷൻ അതാണ്, അല്ലെങ്കിൽ അതിൻ്റെ അക്സെപ്റ്റൻസ് അതാണ്. ഈ പറഞ്ഞ വൾണറബിലിറ്റീസ് അതിൻ്റെ റൂട്ട് കോസ് സ്വയം ആ പ്രശ്നത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും സ്വന്തം റൂട്ട് കോസ് സ്വന്തം പ്രശ്നം കണ്ടുപിടിക്കാൻ പറ്റുന്നു. എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ലൈക്ക് ടോക്കിംഗ് അബൌട്ട് എ ടോക്സിക് റിലേഷൻഷിപ്പ്. എൻ്റെ അകത്ത് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവില്ലായിരിക്കും വെദർ ഇറ്റ്സ് ടോക്സിക് ഓർ നോട്ട്. അപ്പോൾ ഒരു ആ മനുഷ്യൻ അവിടെ നിന്നിട്ട്, അത് മാത്രമല്ല നമ്മുടെ സൊസൈറ്റിയിൽ എനിക്ക് തോന്നുന്നു കുറേ നാൾ ഇപ്പോൾ ഒരു മാറ്റം വരുന്നെങ്കിലും മെൻസ് മെൻ്റൽ ഹെൽത്ത് നീ പറയുന്ന പോലെ ഇറ്റ്സ് നോട്ട് ഡിസ്കസ്ഡ്, അല്ലെങ്കിൽ അവർക്ക് വി ആർ നോട്ട് അവെയർ ഓഫ് ഇറ്റ്. എനിക്കിപ്പോൾ ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടോ ഇല്ലയോ എന്നും ഞാൻ ചിലപ്പോൾ അവെയർ ആയിരിക്കില്ല, എൻ്റെ വൾണറബിലിറ്റി എന്താണെന്നും ഞാൻ അവെയർ ആയിരിക്കില്ല. അപ്പം പെട്ടെന്ന് ഒരു മനുഷ്യൻ വന്ന് എൻ്റെ അടുത്ത് പറയാം നിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ചെയ്താ എന്ന് പറഞ്ഞു കഴിയുമ്പം ഇഫ് ദാറ്റ് ടു സം പോയിന്റ് മേക്ക് സെൻസ് ടു മീ, ഈ പറയുന്ന പോലെ ഇഫ് ഐ ഡോണ്ട് ടേക്ക് ഇറ്റ് വിത്ത് എ ബിറ്റ് ഓഫ് സോൾട്ട്, അല്ലാതെ ഞാനത് ഓക്കെ ഐ ഹാവ് സംതിങ് ടു ടാഗ് മൈ പ്രോബ്ലംസ് ഓൺ എന്ന് ഒരു സാധനം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർ അതിലേക്ക് ഇൻഫ്ലുവൻസ്ഡ് ആവും, അട്രാക്റ്റഡ് ആവും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് അല്ല, ഇതിൻ്റെ എനിക്കൊന്ന് കുറച്ച് ഒരു കാര്യം കൂടി ക്ലിയർ ആക്കാനുള്ളത്, ഇതിൻ്റെ ഇവർ എപ്പോഴും ഈ മെന്നിന് ഒരു പ്രൊവൈഡർ എന്നുള്ള ഒരു പ്രഷർ ഉണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. അത് ഇവർ മനസ്സിലാക്കുന്നത് നമ്മൾ എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു പെട്രിയാർക്കൽ സിസ്റ്റത്തിൻ്റെ ഒരു റിസൾട്ടാണ് ഇവർ പറയുന്ന ഓക്കെ മെൻ ഷുഡ് പ്രൊവൈഡ് എന്നുള്ളത്. അതില്ലാണ്ടാക്കിയാൽ ഇവർ അങ്ങനെ ഒരു പ്രഷർ ഇവർക്കില്ല. അതായത് ഓക്കെ ഞാൻ ഐ നീഡ് ടു ബി ദ പ്രൊവൈഡർ എന്നുള്ളൊരു പ്രഷർ, അങ്ങനെ അതില്ലാണ്ടായാൽ തന്നെ അത് കുറയും. പിന്നെ ഇത് ഇറ്റ്സ് നോട്ട് ഈവൻ സ്റ്റോപ്പിംഗ് ദെയർ. അതായത് എനിക്ക് തോന്നുന്നു നമ്മൾ ഇങ്ങനെ ഒരു എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ എപ്പോഴും ഒരു കൺസിസ്റ്റൻ്റ് ഇത് വരുന്നത് വെച്ചാൽ നമ്മൾ വി ആർ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ പണിയെടുക്കുന്നു, അങ്ങനെ പണിയെടുത്തുകൊണ്ടേയിരിക്കുന്നു. അപ്പം ആ സമയത്താണ് അങ്ങനെ ഒരു സിസ്റ്റത്തിൻ്റെ ഇടയിലായതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒക്കെ പ്രഷർ. അപ്പോൾ അഗെയിൻ മൂവിങ് ഓൺ, നമ്മളിപ്പം നമ്മൾ ഈ ഡിസ്കഷൻ ഇപ്പോൾ പിന്നെയും ഒരു ഭയങ്കര ലൈം ലൈറ്റിൽ വരാൻ കാരണം ആസ് യു ഷുഡ് ഓൾ നോ, അത് അഡോളസൻസ് എന്ന് പറഞ്ഞൊരു നെറ്റ്ഫ്ലിക്സ് സീരീസാണ്. അതായത് എനിക്ക് തോന്നുന്നു ഇറ്റ്സ് വൺ ഓഫ് ദി മോസ്റ്റ് വാച്ച്ഡ്. കണ്ടിട്ടില്ലാത്തവരെല്ലാവരും പോയി കാണണം. അല്ല പ്രൊമോഷൻ ഞാൻ കണ്ടു സംഭവം കാണാം ഇല്ല സംഭവം അതൊരു ഓക്കെ, നമുക്കതിൻ്റെ എക്സ്പീരിയൻസ് എല്ലാവരും കാണണം കേട്ടോ. കണ്ടിട്ടില്ലാത്തവർ എനിക്ക് തോന്നുന്നു സ്പോയിലേഴ്സ് ഉണ്ടാവും ഇവിടുന്ന് അങ്ങോട്ട് കാണാതായിരിക്കും. ബട്ട് ഇറ്റ്സ് ആൻ എക്സ്പീരിയൻസ്, അത് കാണുന്നത് ഇറ്റ്സ് ആൻ എക്സ്പീരിയൻസ്, കഥ അറിഞ്ഞാലും. സോ ക്യാരി ഓൺ. the TV show എല്ലാവരും കാണാം. As Tarun said, it's one of the very trending shows and something that will make you think, something that will make you scared, and also കുറച്ച് അവേക്കണിങ് ഉണ്ടാവും. ബിക്കോസ് യു ആർ സീയിങ് ഇപ്പോഴത്തെ പിള്ളേർ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ആവുന്നത്, എന്തൊക്കെയാണ് അവരുടെ ഐ മീൻ കുറേ ജെൻസി ഒരു ജെൻ ആൽഫ മേ ബി ലിംഗോസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും എനിക്ക് മനസ്സിലായില്ല. എല്ലാം നമുക്കറിയാത്ത കുറേ ഭാഷയുണ്ടല്ലോ അല്ലേ, നമ്മൾ റിലേറ്റ് ചെയ്യാൻ നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറേ ഭാഷയാണ് ഇപ്പോൾ ആ ഒരു ജനറേഷൻ ഓഫ് കുട്ടികൾ സംസാരിക്കുന്നതും. ഹൗ ദേ കമ്മ്യൂണിക്കേറ്റ് യൂസിങ് ദീസ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത് നമ്മൾക്ക് മനസ്സിലാവാത്ത ഭാഷയാണ്. അതിനുവേണ്ടി അവർ ഉപയോഗിക്കുന്ന കുറേ ഇമോജീസ് ഉണ്ട്. എനിക്കൊരു കാര്യം പറയണ്ട ഗൈസ്, സ്കിബിഡി ഔട്ട്ഡേറ്റഡ് ആയി ഗൈസ്. സ്കിബിഡി ആൽഫ പൂക്കി എല്ലാം ഔട്ട്ഡേറ്റഡ് ആണ് ഗൈസ്. പുതിയ സാധനങ്ങൾ വന്നിട്ടുണ്ട്. അതെ, നമ്മൾ ഓരോ ഇമോജിക്കും ഓരോ കളർ ഓഫ് ഹാർട്ടിനും ഓരോ അർത്ഥങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പം പക്ഷേ ഞാനും കണ്ട സീരീസ് ഞാൻ കണ്ടത് ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് വാച്ച്ഡ് സീരീസ് ഇൻ നെറ്റ്ഫ്ലിക്സ് ഐ ഗെസ്. അതായത് ദേ വേ സെയിം മോർ ദാൻ 25 million വ്യൂവേഴ്സ് ബിഫോർ എ വീക്ക് അഗോ. അപ്പോൾ ഇപ്പോഴും കൂടിയിട്ടുണ്ടാവും. പക്ഷെ മോർ ദാൻ അതിൻ്റെ എന്താ ടെക്നിക്കാലിറ്റി, ആർട്ടിസ്റ്റ്, ദ ടോപ്പിക് ദേ ആർ ടോക്കിംഗ്, അത് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടുണ്ടായിട്ട് റിലേറ്റഡ് ആണ്. അപ്പം അതുകൊണ്ടാണ് അതത്ര റിലവൻ്റ് ആയതും അതത്രത്തോളം ഇമ്പോർട്ടൻറ്റും അത്രത്തോളം കോമണും ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ സാധനം ഇത്ര പോപ്പുലർ ആയത്. അതായത് എല്ലാവർക്കും ഭയങ്കര ഒരു കൺസേണിലാണ് അല്ലേ. അതിൽ അഭിനയിക്കുന്നവരെ ടാലൻ്റ്, അത് കഴിവ്, അതൊന്നും ഇപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ മോർ ദാൻ എനിത്തിങ് ടെക്നിക്കാലിറ്റി, ദ കോൺസെപ്റ്റ് ദേ ആർ ടോക്കിംഗ് അബൌട്ട്, അവർ സംസാരിക്കുന്ന വിഷയം അത് നോട്ട് ജസ്റ്റ് അത് ഇതിൻ്റെ സീരീസിൻ്റെ പ്രിമൈസസ് ഇവിടെ UK-ലാണ്. പക്ഷേ ഈ ഡിസ്കഷൻസ് ആക്ച്വലി ഇസ് ബിഗർ ഇഷ്യൂ ഇൻ US. പക്ഷെ നമ്മുടെ നാട്ടിൽ വളരെ റിലവൻ്റ് ആണ്. നമ്മൾ എൻ്റെ കസിൻസ് അല്ല, ഞാനിപ്പോൾ എൻ്റെ കസിൻസിൻ്റെ പ്രായമുള്ള കുട്ടികളുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. കാരണം ചെറിയ ഈ പറയുന്ന പോലെ ഇപ്പോൾ +1 +2 പഠിക്കുന്ന അല്ലെങ്കിൽ 10 പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം ഇതെല്ലാം അറിയുന്നുണ്ട്. അല്ലെങ്കിൽ ഇതേ ലൂപ്പുകളിൽ കയറുന്ന മനുഷ്യന്മാരുണ്ട്. നമ്മളിത് UK-ൽ മാത്രം നടക്കുന്നതാണ്, US-ൽ മാത്രം നടക്കുന്നതാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലും എനിക്ക് തോന്നുന്നു എല്ലാവരും അത് കാണണം കേട്ടോ. നമ്മൾ
മറ്റേ ഒരു ഈ നമുക്ക് അറിഞ്ഞൂടാത്തൊരു പ്രോബബ്ലി ദാറ്റ്സ് വാട്ട് ആർ എല്ലാ കാലത്തും ഇത് സംഭവിച്ചിട്ടുണ്ടാവുന്നു. ഇതൊരു സൈക്ലിക്കല്ലേ. ഫോർ എക്സാമ്പിൾ നമ്മളെ അമ്മമാർ നമ്മളോട് പലത് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോ ഒരു അമ്മാവ സ്റ്റേജിലേക്ക് എത്തിയോണ്ടായി ഉപദേശിക്കാൻ നിൽക്കുന്നത്. പക്ഷെ മോർ ദാൻ നമ്മള് ഉപദേശിക്കാനല്ല കേട്ടോ. ഇത് ഇറ്റ്സ് ജസ്റ്റ് നമ്മളിപ്പം യങ്ങർ ജനറേഷൻസോട് ഐ എം നോട്ട് സേയിങ് ടു സമവൺ യങ്ങർ ടു മീ ടു നോട്ട് ടു ഡു ദിസ്. ഞാൻ പറയുന്നത് ബി അവെയർ ഓഫ് ഇറ്റ്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പം യു മൈറ്റ് ബി യു കുഡ് ബി ഇൻ ദ റോങ് ക്രൗഡ്, യു കുഡ് ബി എ പാർട്ട് ഓഫ് ദ റോങ് ക്രൗഡ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതിനെക്കുറിച്ച് എപ്പോഴും അവെയർ ആയിരിക്കുക. കുട്ടികളും അവെയർ ആയിരിക്കുക, പേരൻസും അവെയർ ആയിരിക്കുക. ഓൺ ദാറ്റ് മൂഡ് പേരൻസ് അവെയർ ആവുമ്പം വാട്ട് ഇസ് ദി എക്സ്റ്റെൻറ്റ് ഓഫ് ഇറ്റ്? അല്ല, എനിക്ക് തോന്നുന്നില്ലേ ഇപ്പം നമ്മൾ അഗൈൻ ഈ സീരീസ് തന്നെ സംസാരിക്കും. ഈ സീരീസ് കണ്ടിട്ട് ഏറ്റവും കൂടുതൽ എഫക്റ്റഡ് ആവുന്നു, അതാ പറഞ്ഞത്, ഒരു സീരീസ് കണ്ടിട്ട് എഫക്റ്റഡ് ആവുന്ന ആൾക്കാർ ഈ കുട്ടികളുള്ള ചെറിയ യങ് കിഡ്സുള്ള പേരൻസ് ആണെന്ന് തോന്നുന്നു ഇതിന് ഏറ്റവും കൂടുതൽ എഫക്റ്റഡ് ആണ്. കാരണം ദേ ആർ കൺസേൺഡ്. അതായത് ഇത് ഓക്കെ, ദിസ് ഇസ് ദ വേൾഡ്, എൻ്റെ മോനോ മോളോ എൻ്റെ ചൈൽഡ് ഈസ് ഗോയിങ് ടു ഗ്രോ അപ്പ്. അപ്പം അവരുടെ ആ ഒരു കൺസേണിലാണ് ഈ സാധനം എല്ലാവരെയും ഹോണ്ട് ചെയ്യുന്നത്. അപ്പം വാട്ട് ഡു യു തിങ്ക് ആസ് പാരൻസ് ക്യാൻ ഡു ഇവരെ ടു നോ മോർ അബൌട്ട് ദെയർ ചിൽഡ്രൻ? സംസാരിക്കണം, ലൈക്ക് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ആ ഒരു കംഫർട്ട് തന്നെ ഉണ്ടാവും. എന്നിട്ട് സീനാണോ? അപ്പം ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ആ ബൗണ്ടറി ബിറ്റ്വീൻ ആ പാരൻറ്റ് ചൈൽഡ് അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ആവാതെ യു ആർ അവൈലബിൾ ഫോർ ദം. ആൻഡ് ഇപ്പം ഐ വോണ്ട് സേ പാരൻറ്റിങ് സ്കിൽസോ പാരൻറ്റിങ് ടെക്നിക്സ് ഒന്നും ഞാനിവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യല്ല. പക്ഷേ വാട്ട് ഐ നീഡഡ് ആസ് എ ചൈൽഡ് മേ ബി ഐ എം സേയിങ് ദാറ്റ്. അപ്പം അതൊരു മെയിൻ ഡിഫറൻസ് ആയിട്ട് ഈവൻ ഐ വുഡ് സേ എൻ്റെ അഭിപ്രായത്തിൽ കമ്മ്യൂണിക്കേഷൻ ഇസ് ദ മെയിൻ കീ. അതായത് കമ്മ്യൂണിക്കേഷൻ ഇപ്പം ഇവരായിട്ട് ഒരു പ്രോപ്പർ ഒരു കോൺസിസ്റ്റൻറ്റ് കോൺവെർസേഷൻസ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അവർ നമ്മളോട് പല കാര്യങ്ങളും ഒന്ന് പറയും തോന്നുന്നു. ഇപ്പം ഞാനെല്ലാം ഭയങ്കര സീക്രട്ടീവായിരുന്നു. എൻ്റെ ഒരു സംഭവം വീട്ടിൽ അറിയില്ലായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു പക്ഷേ ഭാഗ്യത്തിലൊന്നും സംഭവിച്ചില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു യങ്ങർ ജനറേഷൻസ് എനിക്ക് തോന്നുന്നു കൂടുതൽ അവെയർ ആയിരിക്കണം എന്ന് തോന്നുന്നു അവരുടെ കാര്യങ്ങൾ. അപ്പം അതിൻ്റെ പ്രശ്നം അതായത് അത് പറയുമ്പോൾ ഒരു അതിന് എവിടെ അതിൻ്റെ ലൈൻ ഡ്രോൺ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അത് ഭയങ്കര അബ്സ്ട്രാക്റ്റ് ആണ്, ഭയങ്കര ഓക്കെ. അതായത് നമ്മളൊരു വി ആർ നോട്ട് advocating to go into a surveillance mode. അതല്ല നമ്മൾ ഉദ്ദേശിച്ചത്. വളരെയധികം കുട്ടികളിലേക്ക് നോസ് ചെയ്യരുത്, പക്ഷെ കുട്ടികൾ തന്നെ നമ്മുടെ അടുത്ത് വന്ന് കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ, ഒരു അറ്റ്മോസ്ഫിയർ വീട്ടിലുണ്ട്. അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഈ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും കുട്ടികൾക്ക് അവൈലബിൾ ആയിട്ടിരിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അവൈലബിൾ ആയിരിക്കുക, അവർ മാക്സിമം കംഫർട്ടബിൾ ആക്കുക നമ്മുടെ അടുത്ത്. ഇപ്പോൾ ഫ്രണ്ട്ഷിപ്സ് സർക്കിൾസ് നല്ല ഇൻഫ്ലുവൻസ് ആവുന്ന അല്ലേ? ശരിയാ, നിങ്ങളെയൊക്കെ കുറിച്ച് എപ്പോഴും ചോദിക്കാറുണ്ട്. സംഭവമില്ലേ ചൊണ്ടി, ഞാൻ എപ്പോഴും മറ്റേ പറയുന്നു. അപ്പനും അമ്മയും എൻ്റെ അടുത്ത് ചീത്ത കുട്ടികളുടെ അടുത്ത് കൂട്ടുകാരുടെ കൂട്ടുവിടരുത്. ഞാനായിരുന്നു ചീത്ത കുട്ടിന്ന് വീട്ടുകാർ. ഞാൻ തന്തയില്ലടാ. ബട്ട് ദാറ്റ്സ് എ ഹോൾ ഐഡിയ. നമ്മളുടെ കുട്ടികൾക്കും അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്, നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കാനും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഉള്ളൊരു സ്പേസ് ഉണ്ട് എന്ന് എപ്പോഴും ഉറപ്പ് വരുത്തുക. വാട്ട് എൽസ്? അങ്ങനെയല്ല. പിന്നെ അപ്പോൾ അവിടെയാണ് പ്രശ്നം. ഇപ്പം നീ നേരത്തെ പറഞ്ഞ പോലെ ഒരു അവൈലബിലിറ്റി വേണമല്ലോ, പാരൻസിൻ്റെ അവൈലബിലിറ്റി ഇവർക്ക് വേണം. ഹൗ പ്രാക്ടിക്കൽ ഈസ് ദിസ് അവൈലബിലിറ്റി ഇൻ ദിസ് ഡേയ്സ്? ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ അത് പറ്റില്ല. അല്ല, അതിൻ്റെ ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ ഇപ്പോൾ രണ്ടാളും പാരൻസിന് വർക്ക് ചെയ്യാണ്ട് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ഇങ്ങനെ പോകും. അപ്പം ഞാൻ ചോദിക്കുന്ന ചോദ്യം, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കുട്ടികളെ കുറിച്ച് വേണോ വേണ്ടയോ എന്നുള്ള ഡിസ്കഷൻ വരുന്നത് ശരിയാണോ തെറ്റാണോ? തീർച്ചയായും ശരിയാണ്. നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രം മതി എന്ന് വെക്കുക. അതായത് നിർബന്ധം എന്നല്ല, എനിക്ക് തോന്നുന്നു ഇറ്റ് ഷുഡ് ബി എ വെരി കോൺഷ്യസ് ഡിസിഷൻ. ഇറ്റ് ഷുഡ് ബി വെരി വെരി തോട്ട് അബൌട്ട്. അതായത് എല്ലാ ഫ്രണ്ടും ബാക്കും ചിന്തിച്ച് സംഭവം ഇതൊന്നും നമ്മൾ പറയരുതെന്ന് ഞാൻ പറയുന്നത്. സെൻസിൽ ലൈക്ക് അവസാനം ഓർമ്മയില്ല, ആ പാരന്റിന്റെ അച്ഛൻ്റെ
വിഷമം ഉണ്ടായിരുന്നു ദാറ്റ് ഹീ ഫെയിൽഡ് ദ കിഡ് ആസ് എ പാരന്റ് എന്ന പോലെ. പക്ഷെ ഇപ്പോൾ ഇഫ് വി സേ ദ സൊല്യൂഷൻസ് പാരൻസിനെ പറ്റി ഫോക്കസ്ഡ് ആണെങ്കിൽ ആരൻ വി ടെക്നിക്കലി പുട്ടിങ് ബ്ലെയിം ഓൺ ദ പാരൻസ്? ഇല്ല അങ്ങനെ ഇറ്റ്സ് നോട്ട് എ സിംഗിൾ, അതാ പറഞ്ഞു, ഒന്നിനും ഒരു സിംഗിൾ സൊല്യൂഷനും ഇല്ല, ഒന്നിനും ഒരു സിംഗിൾ റീസണും ഇല്ല. ഇപ്പം പാരൻസ് ഇപ്പം അഡോളസൻസ് തന്നെ അവർ പറയുന്നുണ്ട്, ബിക്കോസ് അവരുടെ ചേച്ചീനെ അവർ തന്നെയല്ലേ വളർത്തി, അതും അവർ പറയുന്നുണ്ട്. ഈവൻ ഷീ വാസ് ബ്രോട്ട് അപ്പ് ബൈ ദ സെയിം പാരൻസ്. And that's the therapist also was asking a lot of questions ആ കൊച്ചിനോട് about അച്ഛൻ ഇങ്ങനെ മിസ്ട്രീറ്റ് ചെയ്യോ പാരൻസ് വൈഫിനെ, പിന്നെ വീട്ടിലിങ്ങനെ ഭയങ്കര മെസ്ക്യുലിൻ ആണോ, വാട്ട് ഈസ് യുവർ ഐഡിയ ഓഫ് മെസ്ക്യുലിനിറ്റി. സോ അതെല്ലാം ഈ അച്ഛൻ ഫിഗറിൽ നിന്ന് വരുന്ന ഒരു ബ്ലെയിമായിട്ട് കാണേണ്ടതല്ല. അതിലും കുറെ അനാലിസിസ് അല്ല, കുറെ സമയം സമയം പോകുന്നതിന്റെ അല്ല. I don't think we are qualified enough to talk about it. അല്ല ക്വാളിഫൈ, അതാ പറഞ്ഞത്. ഒരിക്കലും നമ്മളെ ഫസ്റ്റ് എപ്പിസോഡിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത പോലെ തന്നെ നൺ ഓഫ് ദ ടോപ്പിക്സ് വി സ്പീക്ക് അബൌട്ട് വി ആർ എക്സ്പേർട്സ് ഓഫ് ദാറ്റ്. നമ്മളെല്ലാരും പിള്ളേർ. അതെ, നമുക്കിപ്പോൾ ഇപ്പം ഈ കൂട്ടത്തിലിരിക്കുന്ന ആർക്കും കുട്ടികളൊന്നുമില്ല. സോ നമ്മൾ അത് പറഞ്ഞു ഓക്കെ, നമ്മൾ ഒരു പാരന്റിനെ കൊണ്ടുവരും, നമ്മളതിലുണ്ട്. എല്ലാ ടൈപ്പും നമ്മളതിലുണ്ട്. ഒരു പാരന്റ് ഉണ്ട്, നമ്മൾ ഒഡനെ കൊണ്ടുവരുന്നുണ്ട്. പുള്ളിക്കാരിയും പുള്ളിക്കാരനും കൂടെ അവരുടെ എക്സ്പീരിയൻസ്. അപ്പൊ നമ്മളുണ്ടാവില്ല, നമ്മൾ കുഞ്ഞിനെ നടുക്കരിച്ചു. അല്ല, ഞാൻ ജസ്റ്റ് ഇപ്പോൾ നീ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഈ തെറാപ്പിസ്റ്റ് പാരൻസിനെ കുറിച്ച്. അപ്പം അതിൽ കുറേ ആൾക്കാർ അങ്ങനെ ഒരു അനാലിസിസും കൂടിയുണ്ട് അതിൽ. അതായത് ആ കുട്ടി ഹി വാസ് നോട്ട് ഹാപ്പി വിത്ത് ദ വേ അച്ഛൻ്റെ ഒരു ടെമ്പറമെൻ്റൽ ഇഷ്യൂസ്. അതായത് എനിക്ക് പലപ്പോഴും അത് വാസ് നോട്ട് ഇനഫ്. അതായത് ഹിസ് ഐഡിയ ഓഫ് ബീങ് എ മാനിൽ അത് മതി. ഇവനൊരു പുച്ഛമായിരുന്നു, ഒരു ഫണ്ണി വേയില. അതായത് അത് മതിയാവില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലായിരുന്നു ഇവൻ സംസാരിച്ചത്. ബിക്കോസ് ഹിസ് ഐഡിയ ഓഫ് ബീങ് എ മാൻ ഈസ് മോർ ദാൻ ദാറ്റ്. അതായത് കുറച്ചും കൂടി ഡോമിനേറ്റിംഗ് ആയിരിക്കണം, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഇവൻ പോകുന്നത്. അച്ഛൻ്റെ ആ ഒരു തരത്തിലുള്ള മതിയാവില്ല, അതിന് കുറച്ചും കൂടി ഒരു മാൻലിനെസ് കാണിക്കണമായിരുന്നു എന്നുള്ള അങ്ങനെ കുറേ അനാലിസിസ് ഉണ്ട്. അപ്പോൾ അതാണ് അങ്ങനെ അഡോളസൻസിൻ്റെ ഒരു പോക്ക്. അപ്പം ഐ തിങ്ക് we have talked enough. Putting that into നമ്മുടെ നാട്ടില് എങ്ങനെയാണ് കാര്യങ്ങൾ? നാട്ടിലും ഇതേ പ്രശ്നങ്ങളല്ലേ എനിക്ക് തോന്നുന്നു. ഞാൻ പറയട്ടെ, ഞാൻ പണ്ട് ഈ ക്ലബ് ഹൗസ് പോപ്പുലർ ആവുന്ന സമയത്തായിരുന്നു ഞാൻ ഫസ്റ്റ് ഈ റെഡ് പിൽ ബ്ലൂ പിൽ ഇഷ്യൂ ആദ്യം കേൾക്കുന്നത്. അപ്പോൾ ആ സമയത്താണ് ഈ കുറേ ടെലിഗ്രാം ഗ്രൂപ്പ്സിൽ ഇത് സെയിം കൈൻഡ് ഓഫ് ഡിസ്കഷൻസ്, ഇങ്ങനെ കുറേ ആൻറ്റി ഫെമിനിസ്റ്റ് കുറേ തിയറികളും കുറേ ഡേറ്റ ഒക്കെ ടെലിഗ്രാം ഗ്രൂപ്പ്സിൽ വരികയും ഇവരിത് സെയിം സാധനം വെച്ചിട്ട് ക്ലബ് ഹൗസിൽ കുറേ റൂംസ് ഉണ്ടാക്കി സംസാരിക്കുന്നു. അങ്ങനെ ആ സമയത്താണ് ഇത് ഇവിടെ വന്ന സമയത്ത് 2021 ആ സമയത്താണ്. പിന്നെ കുറേ കാലമായിട്ട് പിന്നെ കുറേ കാലമായിട്ട് ഇതിനെ കേട്ടിട്ടില്ല. പിന്നെ എൻ്റെ എപ്പോഴും ഇപ്പം നാട്ടിലിപ്പം കുറച്ചായിട്ട് ഇങ്ങനെ കുറേ കൺസേൺസ് ഇല്ലേ, ഭയങ്കര യങ്ങർ ജനറേഷൻസ് ആർ ഗെറ്റിംഗ് അവർ ഭയങ്കര വയലൻ്റ് ആവുന്നുണ്ട് എന്നൊക്കെ. സ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്ക് അങ്ങനെ തെളിവൊന്നുമില്ല യങ്ങർ ജനറേഷൻസ് കൂടുതൽ വയലൻ്റ് ആവുന്നുള്ള. അത് കുറേ കൂടി റിസർച്ച് നടത്തി മനസ്സിലാക്കേണ്ട സംഗതിയാണ്. പക്ഷേ അങ്ങനെ അപ്പോൾ ആ വയലൻ്റ് ആവുന്നതിന് കാരണം ഒരു മൂവി എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഫസ്റ്റ് വന്നത് മോർ ദാൻ ഈ മൂവിയേക്കാളും കൺസേൺ ആവേണ്ടത് ഇവർ ഈ ഷോർട്സിലും മറ്റേ റീൽസിലും കൺസ്യൂം ചെയ്യുന്ന ചില ഈ ടൈപ്പ് കണ്ടന്റുകളായിരിക്കും എന്നെ വറി ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിച്ചത്. അവിടെ വളരെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വളരെ അൺനോട്ടിസ്ഡ് ആയിട്ടാണ് ഇത് കയറി വരുന്നത് റീൽസിൽ. ഞാൻ ഇടയ്ക്ക് വെച്ചൊന്ന് ജിമ്മിൽ പോകുന്ന കാലഘട്ടത്തിൽ ജിമ്മിൻ്റെ ഇടയ്ക്ക്. പക്ഷേ ഒരു 2 ജിം ഇപ്പം ഒരു വർക്കൗട്ട് വീഡിയോ, ഇപ്പം പുഷപ്സ് എങ്ങനെ എടുക്കേണ്ടത് എന്നുള്ള 2 വർക്കൗട്ട്, അല്ലെങ്കിൽ ഒരു ബെഞ്ച് പ്രസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള 2 വർക്കൗട്ട് വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഷോർട്സ് 2 വീഡിയോ ഞാൻ ഫുൾ വീഡിയോ കണ്ടു. പിന്നെ ഞാൻ യൂട്യൂബിൽ എൻ്റെ ഷോർട്സ് എടുത്ത് കാണാൻ തുടങ്ങുമ്പോൾ അതിൽ പിന്നെ കുറച്ച് വർക്കൗട്ട് വീഡിയോസ് വരും. ദിസ് ഇസ് ദ റൈറ്റ് ഫോം, ദിസ് ഇസ് ദ റൈറ്റ് വേ ടു ഡു തിങ്സ്, അല്ലെങ്കിൽ ഇങ്ങനെ ജിമ്മിൻ്റെ കുറച്ച് വീഡിയോ ഒന്ന് ഒരു 3-4 എണ്ണം ഞാൻ ഇതേ ലൂപ്പ് കണ്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വരാൻ പോകുന്നത് വേറെ കുറേ മനുഷ്യരുടെ വേറെ കുറേ ഈ സർക്കിൾസിൽ വളരെ റെലവൻ്റ് ആയിട്ടും ഈ മാനോസ്ഫിയറിൽ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഫിഗേഴ്സിൻ്റെ വീഡിയോസ് വരും. അവരും ചിലപ്പോൾ ആദ്യം ന്യൂട്രീഷനെ കുറിച്ചോ ഡയറ്റിനെ കുറിച്ചോ ജിമ്മിനെ കുറിച്ചോ ഒക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ കറങ്ങി ഇറ്റ് വിൽ സ്റ്റാർട്ട് പുഷിങ് ദിസ് ഐഡിയ. ഇത് കുറച്ചായിട്ട് പുട്ടിൻ്റെ ഇടയ്ക്ക് പേര് പോലെ ഇച്ചിരി ആയിട്ട് വന്ന് അവസാനം എനിക്കത് വന്നു. എനിക്കത് ഇപ്പം
എനിക്കത് വന്നു, എനിക്ക് മടുത്തു, ഞാൻ നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുത്തു, ഞാൻ പോയി. ഞാനങ്ങനെ പുഷ് ചെയ്ത് പോകുന്നതല്ലേ ചിലപ്പോൾ അത് കുട്ടികൾ ചെയ്യണമെന്നില്ല. വളരെ ഈസി ആയിട്ട് കുട്ടികൾക്ക് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇവരിത് തന്നെ കണ്ടൻറ്റ് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കും. ഇവരിതിൻ്റെ ആൽഗോറിതത്തെക്കുറിച്ച് പോലും ചിലപ്പോൾ ഇവർ അവെയർ ആയിരിക്കില്ല. ഇവരിത് കാണുകയാണ്, ജസ്റ്റ് കണ്ടൻറ്റ് കൺസംഷനാണ് നടക്കുന്നത്. അപ്പോൾ റീലിനെ കുറിച്ചൊന്ന് സൂക്ഷിച്ചിരിക്കുക. അല്ല, നമ്മൾ ആക്ച്വലി കുറേ ടോപ്പിക്സ് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. ഫോർ എക്സാമ്പിൾ ഇതിൽ കുറേ ടേംസും കാര്യങ്ങളും, ഇപ്പം ഇൻസെൽ, മറ്റേ പിക്കപ്പ് ആർട്ടിസ്റ്റ്, 80-20 റൂൾ, അങ്ങനെ കുറേ തിയറികളും അതിൻ്റെ കുറേ ആസ്പെക്ട്സ് ഒക്കെ ഉണ്ട്. പക്ഷേ അതിലേക്കൊക്കെ പോയാൽ പിന്നെയും വെറുതെ കൺഫ്യൂഷൻ ആവുന്നതല്ലാണ്ട് നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നമുക്ക് അറിയില്ല. നമ്മൾ പറയുന്നത് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് നമ്മൾ അത്ര ഡീറ്റെയിലേക്ക് പോകുന്നില്ല. നമ്മൾ ഐ തിങ്ക് വിൽ വൈൻഡ് അപ്പ് ബിക്കോസ് വി ഹാവ് ടോക്ക്ഡ് ഇനഫ്. എന്നിട്ട് അപ്പോൾ യെസ്, എമ്പുരാൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഐ ലൈക്ക് എമ്പുരാൻ ഗൈസ്, ഐ ലൈക്ക് എമ്പുരാൻ. എനിക്ക് ഒരു സിനിമ ഫണ്ണായിരുന്നു എമ്പുരാൻ, ഐ മീൻ വിത്ത് ദിസ് ലിമിറ്റേഷൻസ്. ബട്ട് മേ ബി സം ഓഫ് ദ ടൈം വിൽ ടോക്ക് ഇൻ ഡീറ്റെയിൽ. അത്ര ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനുള്ള സിനിമയൊന്നുമല്ല, ഇറ്റ്സ് ജസ്റ്റ് ഫോർ ദ ഫൺ. പക്ഷേ മേ ബി ഇപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും മോഹൻലാൽ ഫാനൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവരും. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. അപ്പം ബിഫോർ വി ഫിനിഷ്, മേ ബി ആൻഡ് കൺക്ലൂഡ് ചെയ്യാൻ താല്പര്യമുണ്ടോ? മേ ബി ഫസ്റ്റ് തിങ് വാട്ട് വി സ്പോക്ക് അബൌട്ട്. ഒരു നല്ല ഐഡിയ എനിക്ക് കിട്ടി മൊത്തത്തിൽ, ബിക്കോസ് ഓഫ് യുവർ ഡിസ്കഷൻ ആൻഡ് യുവർ പെർസ്പെക്റ്റീവ്സ് ഓൾസോ. ഐ കുഡ് ഓൾസോ എനിക്ക് ചിന്തിക്കായിരുന്ന ഇതിൻ്റെ റൂട്ട് കോസിൻ്റെ പോലത്തെ ഒരു ട്രജക്ടറിയൊക്കെ കണ്ട് അങ്ങനെ എൻ്റെ മനസ്സിൽ തന്നെ ഓടിച്ച് ഞാൻ ഇങ്ങനെ അധികം പ്രിപ്പയർഡ് അല്ലായിരുന്നു. ഒരു നല്ല അണ്ടർസ്റ്റാൻഡിങ് കിട്ടി. ആൻഡ് കൺക്ലൂഷൻ എന്താണ്? കൺക്ലൂഷൻ നമ്മൾ ആദ്യം എന്താണ് വി എസ്റ്റാബ്ലിഷ് വാട്ട് ഇസ് മാനോസ്ഫിയർ, എന്നിട്ട് അവരുടെ ബേസിക് പ്രിൻസിപ്പിൾസ് എന്താണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. പിന്നെ ദ സെക്കൻഡ് പാർട്ട് വി ട്രൈ ടു ടോക്ക് അബൌട്ട് നമ്മൾ എവിടെ എങ്ങനെ ഇതിനെ നോക്കി കണ്ടത്, വേർ ഡു വി സ്റ്റാൻഡ്, നമ്മളുടെ അഭിപ്രായം എന്താണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. പിന്നെ എന്താ ഇതിൻ്റെ സൊല്യൂഷൻസ്, ആർ ദർ എനി സൊല്യൂഷൻസ് ലൈക്ക് നമ്മൾ. പക്ഷേ സൊല്യൂഷൻസ് ഒരു സിംഗിൾ ഹോളീസ്, there is no holy solution for the solutions. അതെ, ഒരു വെഞ്ചരിച്ച വെള്ളമില്ല. അതെ, അപ്പം അങ്ങനെ ഒരു സാധനമില്ല. ഇതൊരു എനിക്കൊന്നൊരു ഇതൊക്കെ ഒരു പ്രോസസ്സല്ലേ മോനെ, ഇതൊക്കെ ഒരു മേക്ക് ബിലീഫ് അല്ലേ മോനെ. അപ്പോൾ അതിന് സംസാരിച്ചു. പിന്നെ നമ്മുടെ നാട്ടിലെ സിറ്റുവേഷൻ സംസാരിച്ചു. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിച്ച് ആവശ്യത്തെ കൂടുതൽ സമയം പോയി. എന്നിട്ട് ബട്ട് ഐ തിങ്ക് ഇതൊരു ഇൻഫോർമേറ്റീവ് ടോക്ക് ആയിരുന്നു തോന്നുന്നു. എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് അല്ലെങ്കിലും ഇതിൻ്റെ ഓഡിയൻസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് നോട്ട് പീപ്പിൾ ഹൂ ആർ ഇൻ ദിസ് ഈ പാത്ത് ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇതിനെക്കുറിച്ച് അറിയാവുന്ന മനുഷ്യരോ അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കുന്ന മനുഷ്യരോ അല്ല. പ്രോബ്ലി ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ആൻ അവയർനെസ് കൈൻഡ് ഓഫ് തിങ്. അതായത് ഓക്കെ, ഇങ്ങനെ ഒരു സംഭവം ലോകത്ത് നടക്കുന്നുണ്ട്, ഇങ്ങനെ മേ ബി പ്രോബബ്ലി നിങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടെങ്കിൽ മേ ബി ജസ്റ്റ് വാച്ച് ഔട്ട് ഫോർ ദി കണ്ടന്റ് വാട്ട് ദേ കൺസ്യൂം. അതേ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ പിന്നെയും ആശാ വർക്കേഴ്സിൻ്റെ ഇതിൻ്റെ പോഡ്കാസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കോട്ട് ചെയ്യാൻ പറ്റുന്ന മനുഷ്യരൊന്നും അല്ല. നമ്മൾ വളരെ നാച്ചുറലായിട്ട് നമ്മളുടെ ചിന്താരീതി എങ്ങനെയാണോ അത് നമ്മൾ പറയുന്നു. നമ്മൾ പിന്നെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് റിസർച്ച് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ടു മേക്ക് ഷുവർ ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ്ലി ബ്ലണ്ടർ അല്ല എന്ന് വിചാരിക്കാണ്ട് ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടത്തിയിട്ടുണ്ട്. നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ വെറുതെ കേട്ടാൽ മതി. ഐ തിങ്ക് അതാ എനിക്കൊന്ന് നമ്മളെല്ലാവരും എനിക്കൊന്ന് കേൾക്കുന്നവരൊക്കെ ഫുള്ള് കേട്ടാൽ നമുക്കും സന്തോഷം, നിങ്ങൾക്കും സന്തോഷം. ഓൾസോ ഗൈസ്, ഓക്കെ, അപ്പോൾ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നമ്മളെ ഓക്വേർഡ് സൈലൻസ്. നമ്മൾ ഇൻട്രോയിൽ വെൽക്കം ടു ഓക്വേർഡ് സൈലൻസ് എന്ന് പറഞ്ഞില്ല. ഓക്കെ, എന്നാൽ ഔട്ട്രോയിൽ പറയാം. താങ്ക്സ് ഫോർ ലിസണിങ് ടു ഓക്വേർഡ് സൈലൻസ്. ഓക്കെ, ബൈ, താങ്ക് യു. ഓക്കെ, ബൈ ഗൈസ്.